ഇന്നലത്തെ ചർച്ചയുടെ തുടക്കം എന്നുള്ള നിലയിൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചുള്ള ചർച്ച അത് തുടരുന്നതിന് മുമ്പ് ഇന്നത്തെ ഇപ്പോൾ പത്രവാർത്തകളിൽ വളരെ പ്രസക്തമായിട്ടൊന്നുമില്ല. എന്നാലും അതിൽ ഒന്ന് വളരെ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒന്ന് എന്ന് പറയുന്നത് 20,160 കോടി രൂപയുടെ കുടിശ്ശിക ഗവൺമെൻറ് പിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതൊരു ഗവൺമെൻറ് എഫിഷ്യൻസിയെ സംബന്ധിച്ചുള്ള ഒരു ധനകാര്യ എഫിഷ്യൻസിയെക്കാളും സാമ്പത്തിക കാര്യ എഫിഷ്യൻസിയാണ്. ഇപ്പോൾ ചില സ്ഥാപനങ്ങൾ നഷ്ടത്തിലായിരിക്കുന്നു എന്ന് പറയുന്നിടത്തും ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കാര്യ എഫിഷ്യൻസിയാണ്. അതായത് നമ്മുടെ സാമ്പത്തിക മന്ത്രി പിണറായി വിജയൻ പൂർണ്ണമായും ഒരു പരാജയമാണ്. ഇപ്പോൾ ധനകാര്യമന്ത്രിക്ക് ഈ പറഞ്ഞ ധനകാര്യം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ പിരിവെച്ചെടുക്കാനൊക്കെ ഉള്ളൊരു പ്രാഥമികമായ ബാധ്യതയുണ്ടെങ്കിലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അത് കുറെ കൂടെ ഗൗരവത്തോടെ കാണേണ്ടത് സാമ്പത്തിക കാര്യ വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ സാമ്പത്തിക കാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായ ദയനീയമായ പരാജയമാണ്. അതായത് ഇതിൻ്റെ ഒരു ഫൈനൽ റെസ്പോൺസിബിലിറ്റീസ് വിത്ത് ദി മിനിസ്റ്റർ ഫോർ എക്കണോമിക് അഫയേഴ്സാണ് ആൻഡ് പ്ലാനിങ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ രാജ്യത്ത്, അതായത് ഇത് ഒരു അസറ്റിൻ്റെ ഭാഗത്തോട്ട് വരേണ്ടതാണ്, ഇൻകമാണ്. പക്ഷേ ബഡ്ജറ്റിൽ വരുമ്പോഴത്തേക്ക്, ധനകാര്യ ലെവലിൽ വരുമ്പോഴത്തേക്ക്, ധനകാര്യ ബഡ്ജറ്റിൽ വരുമ്പോഴത്തേക്ക് അതൊരു ഇൻകം എന്നുള്ള രീതിയിൽ വരേണ്ടതാണ്. അതിന് ചിലവ് കണ്ടെത്തേണ്ടതാണ്. അത് ആ ഇൻകം എക്സ്പെൻഡിച്ചർ അത് ഏതിനൊക്കെ വിനിയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പൊതുവായിട്ടുള്ള സ്ഥിതിയാണ്. പക്ഷേ ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സമാഹരണം എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യ വകുപ്പ് മന്ത്രിയുടെ ചുമതലയാണ്, ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ചുമതലയല്ല. ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് അതിൽ ഇടപെടാം, അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്താം, അതിനെ അസിസ്റ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഉത്തരവുകൾ വേണ്ട സാമ്പത്തിക കാര്യ വകുപ്പ് മന്ത്രിയുടെ കാര്യം എന്നാണ്. അപ്പോൾ നികുതി പിരിക്കുന്നതിൽ നമ്മുടെ സാമ്പത്തിക കാര്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ 5 വർഷക്കാലമായിട്ടൊരു പരാജയമായിരുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും നഷ്ടത്തിലാണ്, ലാഭത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇത് നഷ്ടത്തിലാകുമ്പോൾ അവിടെയും അതൊരു സാമ്പത്തിക കാര്യമാണ്. ധനകാര്യം എന്നുള്ളതിനേക്കാളേറെ സാമ്പത്തിക കാര്യം. പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ അസറ്റാണ്. ആ അസറ്റിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാവുന്ന പ്രോഫിറ്റ്, അതാണ് നമ്മുടെ ആ സാമ്പത്തിക വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് നമുക്ക് നിസ്സാരമായിട്ട് അതൊക്കെ നഷ്ടത്തിലായി പോകുന്നു, ഇൻക്ലൂഡിങ് KSRTC. യാതൊരു നിർബന്ധവും ഇല്ല അത് നഷ്ടത്തിലാകണമെന്നുള്ളത്. യഥാർത്ഥത്തിൽ അതിപ്പോൾ നഷ്ടത്തിലായപ്പോലും അതൊരു ഒരു സർവീസ്, പബ്ലിക്കിന് കൊടുക്കേണ്ട സർവീസ് എന്നുള്ള രീതിയിൽ അൺഎക്കണോമിക് ആയപ്പോലും നിലനിർത്തേണ്ടതാണ്. അത് വേറൊരു കാര്യം. അത് അൺഎക്കണോമിക് ആയി പോകുന്നു എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും ലിഫ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരിതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അതിദൂര റെയിൽവേ വരുന്നതിനേക്കാളും പ്രധാനമാണ് ഇവിടുത്തെ ലോക്കലായിട്ട് ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള നമ്മുടെ ചക്കട ബസ്സുകളെന്ന് പറയുന്നത്. അപ്പോൾ ആ ബസ്സിൻ്റെ നടത്തിപ്പിൽ വരുന്ന നഷ്ടം എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കറിയാം എത്ര ഭാവനാശുപര്യമാണ് കാര്യങ്ങൾ. തമ്പാനൂർ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ, ആ കെട്ടിടത്തിന് പറഞ്ഞില്ലേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണത്. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് പറഞ്ഞില്ലേ കുറച്ച് വ്യാപാര സ്ഥാപനങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാനോ ഇതിനൊക്കെ ഉപയോഗിക്കാവുന്നൊക്കെയുള്ള കണക്കൂട്ടൽ നടത്തിയിട്ട് അത് ഈ നമ്മുടെ ഈ പറഞ്ഞില്ലേ വകുപ്പിനുണ്ടാക്കിയ നഷ്ടം എത്രയാണ് നമ്മൾ കണക്കാക്കി നമ്മളിപ്പോൾ ഒരു പദ്ധതി നമ്മൾ കൺസീവ് ചെയ്യുമ്പോഴത്തേക്ക് അത് പറഞ്ഞില്ലേ, ഇപ്പോൾ കോർപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ വെറും ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള സർവീസ് അല്ല. നമ്മളിപ്പോൾ ഓഫീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നു എന്ന് പറയുന്നത്, ആ ശമ്പളം അങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ളതല്ല, അവർ തിരിച്ച് വരുന്ന റിട്ടേൺസ് വെച്ചാൽ അവിടെ വേറെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചില റിട്ടേൺസ് ഒന്നുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും അവർ ഒരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഒരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് അല്ല ഈ ഡിപ്പാർട്ട്മെൻറ്റുള്ളത്, ഗവൺമെൻറ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുള്ളത്. ആ സർവീസിനേക്കാളും പ്രധാനമാണ് ഗതാഗതം എന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞു. അതായത് ഇപ്പോൾ ഓഫീസുകൾ എത്ര ദിവസം വേണമെങ്കിലും അടച്ചിടാം, പള്ളിക്കൂടങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും അടച്ചിടാം. പക്ഷേ ഗതാഗതം ഇല്ലാതായി തീർന്നാൽ
ജനജീവിതം സ്തംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗതാഗതത്തിൻ്റെ പൊതുഗതാഗതം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് നഷ്ടത്തിലായാൽ പോലും നടത്തേണ്ടതാണ്. പക്ഷേ അത് നഷ്ടത്തിലാകണമെന്ന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ എങ്ങനെ ലാഭത്തിലാക്കാം? ഒരു 5 വർഷക്കാലം ഭരിച്ച ഒരു ഗവൺമെൻറ്റിന്, അതിൻ്റെ സാമ്പത്തിക കാര്യ വകുപ്പ് മന്ത്രിക്ക് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങൾ എങ്ങനെ ലാഭത്തിലാക്കാം എന്നുള്ളതിനെപ്പറ്റി ഒരു ആലോചന ഉണ്ടാകേണ്ടതാണ്. ആ സമയത്ത് വേറെ ഒരുപാട് കരാറുകളും മറ്റു സംഭവങ്ങളും ഈ പറഞ്ഞില്ലേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റേതായ ഒരു മായിക ലോകമൊക്കെ സൃഷ്ടിക്കാൻ പോകരുത്. ഏതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? നമ്മൾ പറഞ്ഞില്ലേ, ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് പ്രയോറിറ്റി. നമ്മൾ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാം. 20,160 കോടി രൂപയുടെ കുടിശ്ശിക. നമ്മൾ പറയുന്നത് നമുക്ക് ഇത്ര ഇതേ ഉള്ളൂ, 1,30,000 കോടി രൂപയുടെ കടമാണുള്ളത്. ഈ 20,000 ഇത്രയും ഈ കുടിശ്ശിക കിടക്കുമെന്ന് പറയുമ്പോഴും ഈ സാമ്പത്തിക നഷ്ടത്തിൽ ഓടുന്ന ഈ പൊതുസ്ഥാപനങ്ങളെന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചെയ്തു വരുമ്പോഴത്തേക്ക് ഏതാണ്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത് വരുന്ന ഒരു പകുതിയോളം നഷ്ടം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻകം ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സാമ്പത്തിക കാര്യ വകുപ്പ് മന്ത്രി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സാമ്പത്തിക കാര്യ വകുപ്പ് എന്തിനും കാണാൻ വേണ്ടി ഇത് എക്കണോമിക് ആൻഡ് പ്ലാനിങ് അഫയേഴ്സ് അത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത് കാണാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശരീര സൗന്ദര്യം കണ്ടിട്ട് കൊടുത്തിരിക്കുന്നതല്ലല്ലോ, ജോലി ചെയ്യാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ആ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ സാമ്പത്തിക ഭദ്രതയാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ആ സാമ്പത്തിക ഭദ്രത നിലനിർത്താനുള്ള മുഖ്യ ഉത്തരവാദിത്വം ആർക്കാണ്? മുഖ്യമന്ത്രിക്കായിട്ടാണ് മുഖ്യമന്ത്രിക്ക് ആ വകുപ്പ് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം നാടുകൾ കിടന്ന് ഞാൻ പാലം ഉണ്ടാക്കുന്ന, കടം വാങ്ങി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അത് സാമ്പത്തികമായ ഒരു കാഴ്ചപ്പാടല്ല. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ എക്കോണമി, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ മാർക്സ് ഇപ്പോൾ പൊളിറ്റിക്കൽ എക്കോണമി എന്നാണ് അതിനെ ശരിക്കും പ്രയോഗിക്കുന്നത്. കാര്യം വെച്ചാൽ അത് എക്കോണമി എന്ന് പറയുന്നത് തനിച്ചിരിക്കുന്നതല്ല, അത് പൊളിറ്റിക്കൽ എക്കോണമിയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വരട്ടിക്കൊണ്ടുപോകുന്നത്, മറ്റ് വ്യവസ്ഥകൾക്ക് വിധേയമാക്കി തീർത്ത് അതിനെ സബ്സർവിയൻ്റാക്കി തീർക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് എടുത്തൊരു പൊളിറ്റിക്കൽ എക്കോണമിയാണ് നമ്മളോട് നടന്നുകൊണ്ടിരിക്കുന്നത്. വി ക്യാൻ ഓവർകം ഇറ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ 1,30,000 കോടി രൂപയുടെ കടമുണ്ടെന്ന് പറയുമ്പോൾ 20,160 കോടി രൂപയുടെ ടാക്സ് പിരിച്ചെടുക്കാനുണ്ട്. പിന്നെ നമ്മൾ ഈ നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളൊക്കെ നഷ്ടത്തിലാകണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാതിരിക്കും. കാര്യം വെച്ചാൽ അതെങ്ങനെ ഈ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ കാര്യം ഞാൻ ഒരു പ്രത്യേക കാര്യമായിട്ടൊന്നും പറഞ്ഞാൽ അവിടുത്തെ ആളെ പിരിച്ചുവിടുന്നതും അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാനൊന്നും നമുക്ക് പറ്റില്ല. കാര്യം വെച്ചാൽ പൊതുഗതാഗതം എന്നുള്ളത് ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് നിലനിർത്തണം. അത് നിലനിർത്തുന്നതിനോടൊപ്പം അത് എന്തുകൊണ്ട് നഷ്ടത്തിലാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗഹനമായൊരു അന്വേഷണം നടത്തുകയാണെങ്കിൽ വൻ തോക്കുകൾ പലരും പിടികൂടപ്പെടും. യഥാർത്ഥത്തിൽ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ പണ്ട് തന്നെ ഈ പറഞ്ഞില്ലേ, ഈ ഇതിൻ്റെ ബസ്സിൻ്റെ ബോഡി അത് പർച്ചേസ് ചെയ്തതിൻ്റെ പേരിൽ പണ്ട് വലിയ അഴിമതി ആരോപണങ്ങൾ മന്ത്രിമാരുടെ പേരിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയ ബസ്സുകൾ ഇറക്കുന്നു, പുതിയ മോഡൽ ബസ്സുകൾ ഇറക്കുന്നു, KSRTCക്ക് വേണ്ടി അതൊക്കെ ഇറക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ പറഞ്ഞില്ലേ, അത് ശരിയായ രീതിയിലല്ലാത്ത ചില ഏർപ്പാടുകൾ, ക്രമക്കേടുകൾ ഉന്നത തലങ്ങളിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് താഴെ തട്ടിൽ പറഞ്ഞില്ല. ഇപ്പോൾ നമ്മൾ അവിടുത്തെ ഈ ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ജോലിക്കാർ അവർ പെട്രോളിൻ്റെ കാര്യത്തിൽ മറ്റുള്ള കാര്യത്തിൽ കള്ളങ്ങൾ കാണിക്കുന്നുണ്ട്, അവർ പിടികൂടേണ്ടതുണ്ട്. ഇപ്പോൾ ഈവൻ കണ്ടക്ടേഴ്സിൻ്റെ പേരിൽ വരെ ചാർജ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആ താണതലം മാത്രം നോക്കിയാൽ പോരാ. കാര്യം വെച്ചാൽ കോടികളുടേതായ ലാഭം ഒരു പർച്ചേസിങ്ങിലൂടെ, അതായത് ഈ KSRTCക്ക് ആവശ്യമുള്ള ബസ് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള സാങ്കേതികമായിട്ടുള്ള വിഭവങ്ങൾ വാങ്ങുന്ന ആ പർച്ചേസിങ്ങിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം നമുക്കുണ്ടാണ്. കാര്യം വെച്ചാൽ ഇടനിലക്കാരൻ കൊണ്ടുപോകുന്നു, പിന്നെ ഏറ്റവും മുകളിലിരിക്കുന്ന ഉന്നതാധികാരികളിരിക്കുന്നു, അതിൻ്റെ ഈ പറയുന്ന MD മുതൽ ഇങ്ങോട്ടുള്ളവരുടെ അതിൻ്റെ ഇടപാടുകളുടേതായിട്ടുള്ള ശുദ്ധി നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മുകളിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ശുദ്ധീകരണം ഈ MD വന്ന് കയറി ഇരുന്നിട്ട് ഒരു MD കയറി ഞാൻ എല്ലാം ശരിയാക്കാൻ പോകണമെന്ന് പറയുമ്പോഴത്തേക്കും യു ഷുഡ് ബിഗിൻ ഫ്രം ദി MD ആണ് പറഞ്ഞില്ലേ. ഇതിനകത്ത് ഈ ഡെവലപ്മെൻറ്റ് സംബന്ധിച്ച് കാലാകാലങ്ങളിൽ നമ്മൾ ബസ്സുകൾ റിവൈവ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്, പുതിയ മോഡൽ ബസ്സുകൾ ഇറക്കുന്നുണ്ട്, പുതിയ സർവീസുകൾ തുടങ്ങുന്നുണ്ട്. ഈ സർവീസുകളൊക്കെ തുടങ്ങുമ്പോൾ അതിന് ആധാരമായിട്ട് നമ്മൾ പല പർച്ചേസിങ്ങിൻ്റെ ആയിട്ടുള്ള പല സംഭവങ്ങളും പർച്ചേസിംഗ് ആണ് പ്രധാനമായിട്ട് വരുന്നത്.
ഇപ്പോൾ ബസ്സിൻ്റെ ബോഡി പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള എൻജിൻ പർച്ചേസ് ചെയ്യുമ്പോഴോ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിട്ടിപ്പോൾ വൈദ്യുതവൽകൃതമായിട്ടുള്ള ബസ്സുകൾ ഓടിച്ചു തുടങ്ങുമ്പോഴോ ഒക്കെ നമ്മളൊരു പർച്ചേസിങ് നടക്കുന്നുണ്ട്. ആ പർച്ചേസിങ്ങിൽ എന്ന് പറയുന്ന അതിന് വരുന്നൊരു കമ്മീഷൻ എന്ന് വെച്ചാൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കമ്മീഷനാണ്. ആൻഡ് ഇഫ് ദി കമ്മീഷൻ ഗോസ് ടു ദി ഡിപ്പാർട്ട്മെൻറ്റ്, ആ കമ്മീഷൻ അടക്കം ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഒരു സാധാരണക്കാരുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പുസ്തകം വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് ഒരു പ്രാദേശിക ലൈബ്രറി ആണെങ്കിൽ പുസ്തകം വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇത്ര ശതമാനം കമ്മീഷനുണ്ട്. അപ്പോൾ ആ കമ്മീഷൻ കഴിച്ചിട്ടുള്ളതിന് പുസ്തകം എടുത്താൽ പോരെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മീഷൻ കഴിച്ചുള്ളതിനുള്ള പുസ്തകം എടുത്താൽ അത് ലൈബ്രറിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയെന്നും പറഞ്ഞ് മാറ്റി വയ്ക്കുന്നതാണ്. അപ്പോൾ ശരിക്കും സെൻസിബിളായിട്ടുള്ള ആൾക്കാരാണ് ലൈബ്രറിയുടെ എന്ന് പറയുന്നത്. നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന മുഴുവൻ ഇതിനും പുസ്തകം ഇങ്ങനെ എടുക്കാം. അതിന് പകരം കമ്മീഷൻ മാറ്റി നിർത്തിയിട്ട് ഒരു ചായ കുടിയും അല്ലെങ്കിൽ അതിനൊക്കെ കുറച്ചുകൂടെ വീര്യമുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്ന ലൈബ്രറിയുടെ അധികൃതരും ഉണ്ട്. ഈ ഇതുമായിട്ട് പുസ്തക കടകളുമായിട്ട് ചേർന്ന് ഈ അവരുടെ ഇതിൽ രേഖകളിൽ എന്തെങ്കിലും കാണിച്ച് അത് ഒരു പറഞ്ഞില്ലേ മനുഷ്യനെ ഈ താണതലത്തിലേ ഇതൊക്കെ ഒരു പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് എന്തെങ്കിലും അവിഹിതമായി നേടാനുള്ള മാർഗം അതിനുണ്ടാകും എന്നുള്ള ഒരു ധാരണ താണതലത്തിലേ ഉണ്ടാകുന്നതിന് കാരണം അത് മേലേത്തട്ടിൽ വൻതോതിൽ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതാണ് പ്രധാനം. നമ്മളിപ്പോൾ ഈ ധനകാര്യത്തെപ്പറ്റി പറയുമ്പോൾ, സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി പറയുമ്പോൾ, ഒരു സാമ്പത്തിക കാര്യ വകുപ്പ് മന്ത്രിക്ക് എന്താണ് ജോലി? ഇതാണ് പ്രധാനം. ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങി കൂട്ടാൻ പോവുകയാണ്. ഇപ്പോൾ BSNLൻ്റെ അധികൃതരെ വിളിച്ച് കൂട്ടുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ശിവൻകുട്ടിയുണ്ട്. ആളുകൾക്കെല്ലാം ഞാൻ ഇൻ്റർനെറ്റ് കൊടുക്കാൻ പോവുകയാണ് എന്നൊരു മുഖ്യമന്ത്രി പറയുമ്പോഴത്തേക്ക് ആ ഇൻ്റർനെറ്റ് ബിസിനസ്സിൽ ഹൂ മേക്സ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. സ്റ്റേറ്റിന് അതിൻ്റെ പ്രോഫിറ്റ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു സാമ്പത്തികകാര്യ പ്രശ്നമാണ്. ഒരു സാമ്പത്തികകാര്യ വകുപ്പ് മന്ത്രി അതിനകത്ത് ഇടപെടുമ്പോൾ അത് ഈ കേരളത്തിൻ്റെ സാമ്പത്തിക കാര്യത്തെ മുൻനിർത്തിയാണ് ആ ഒരു ഇടപെടൽ നടത്തേണ്ടത്. അല്ല എല്ലാം കൂടെ ധനകാര്യമന്ത്രിയുടെ ചുമലിക്കൊണ്ട് തട്ടിയിട്ട് ഇത് ഞാൻ എൻ്റെ രീതിയിൽ നടത്തുന്ന ഭരണപരിഷ്കാരങ്ങളാണ്, ഇതിനുള്ള കാശൊക്കെ അങ്ങ് ആകാശത്ത് നിന്ന് വരെയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം മുഖ്യമന്ത്രിയുടെ ജോലി ചെയ്യണം. അങ്ങനെയൊരു വകുപ്പ് കൊടുത്തിട്ടുണ്ട്, സാമ്പത്തിക കാര്യ വകുപ്പ്. ആ സാമ്പത്തിക കാര്യ വകുപ്പിൻ്റെ പരാജയം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അത് ഉമ്മൻചാണ്ടി ആയാലും EK നായനാറായാലും VS അച്യുതാനന്ദനായാലും ആ കാര്യം തിരിച്ചറിയാതെയാണ് ഭരണം നടത്തുന്നതെങ്കിൽ അത് അവർ മുഖ്യമന്ത്രി എന്നുള്ളതിൽ ആദ്യത്തെ പരാജയം സാമ്പത്തിക കാര്യ വകുപ്പിൻ്റെ പരാജയമാണ്. അതിൽ പ്രഥമമായിട്ടുള്ളത് ഈ പിരിവെല്ലാം നടത്തേണ്ടത് ഐസക്കാണ് അല്ലെങ്കിൽ ബാലഗോപാലനാണ് എന്ന് പറയേണ്ട കാര്യം. നികുതി പിരിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരികയാണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൻ്റെ മേൽനോട്ടം നികുതി എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്താണ്. അത് സാമ്പത്തിക വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ അവിടെ അതാണ് ഇദ്ദേഹത്തിൻ്റെ മുഖ്യ ചുമതല, പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നതാണ്. അല്ലാതെ ഈ നാട്ടിലുള്ളവരെല്ലാം പോലീസുകാർക്ക് മേലെ സ്വന്തം വോളണ്ടിയർമാരെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അധ്യാപകരെ നിയോഗിച്ചിട്ട് ആളിലേക്ക് പിടിച്ചു നിർത്തി ഗൂണ്ടാപ്പിലി നടത്തുക എന്നുള്ളതല്ല മുഖ്യമന്ത്രിയുടെ ജോലി. മുഖ്യമന്ത്രിയുടെ ജോലി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് സാമ്പത്തിക വരുമാനം ഭദ്രമാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സമ്പദ് സ്ഥിതി ഭദ്രമാക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങളാണ് 20,160 കോടി രൂപയുടെ നികുതി പിരിച്ചെടുക്കുക എന്ന് പറയുന്നത്. അത് മുഖ്യമന്ത്രിയുടെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ്. ബിക്കോസ് ഇറ്റ് ഫോംസ് ദി അസറ്റ് ഓഫ് ദി സ്റ്റേറ്റ്. അവിടെ നിന്നാണ് നമുക്ക് അസറ്റ് ഉണ്ടായി വരുന്നത്, സമ്പത്തുണ്ടായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പിരിച്ചെടുക്കുന്നില്ല. അതുമാത്രമല്ല, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്തുകൊണ്ടാണ് നഷ്ടത്തിൽ പോകുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പോൾ കിട്ടുന്ന ലാഭത്തെക്കാളും വലിയ ലാഭം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാകാം. അതിൽ വലിയ തോതിൽ ചോർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ കൃത്യമായി നടത്തി അതിൽ നിന്നുണ്ടാക്കാവുന്ന വളരെ കൃത്യമായിട്ടുള്ള ലാഭം, അതായത് നമുക്ക് പർച്ചേസർ എന്ന് പറയുന്ന ആൾക്ക് സാധാരണക്കാരൻ്റെ കൊണ്ട് യാതൊരു മെച്ചവും ഉണ്ടാകുന്നില്ല. അവൻ വലിയ വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നു. പക്ഷേ ഇതിൻ്റെ ഈ അഡ്വാൻറ്റേജ് ആർക്കാണ് പോകുന്നത്? അത് പോകുന്നത് വേറെ ചില കൈകളിലേക്കാണ്. അതിപ്പോൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് അതിൻ്റെ ഒരു ഐഡിയൽ എക്സാമ്പിൾ. ഹൗ വി ലൂട്ട് അവർ എക്കോണമി, നമ്മുടെ എക്കോണമിയെ എങ്ങനെ നമ്മൾ കൊള്ള ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം KSRTC കോർപ്പറേഷൻ തന്നെയാണ്. അതിൽ നടത്തുന്ന ഹൈ ലെവൽ പർച്ചേസിങ് എന്ന് പറയുന്നൊരിതുണ്ട്. കോടികളുടേതായിട്ടുള്ള പർച്ചേസിങ്ങിൻ്റെ ഒരു ബിസിനസ്സുണ്ട്. ആ പർച്ചേസിങ്ങിൽ ഇടനിലക്കാരുണ്ടാകും, അതിൽ ഹൈ ഓഫീസേഴ്സ് ഉണ്ടാകും, പലരും ഉണ്ടാകും. അവർ കൊണ്ടുപോകുന്ന പണം, ആ പണം ഉണ്ടെങ്കിൽ ഒരു വർഷത്തെ അവിടെയുള്ള ആൾക്ക് ശമ്പളം കൊടുക്കാം. അവിടെ മുകളിൽ നിന്ന് ഇത് കറക്റ്റായിട്ട് ശരിക്ക് റെക്ടിഫൈ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും KSRTC നഷ്ടത്തിൽ ഓടേണ്ടി വരില്ല. താഴോട്ട് വരുമ്പോഴത്തേക്ക്
KSRTC നഷ്ടത്തിൽ ഓടേണ്ടി വരില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം KSRTCയിൽ ഒരു ബസ്സിൽ ആകെ 2 ജീവനക്കാരാണുള്ളത്. പിന്നെ ഈ പറഞ്ഞ മെക്കാനിക്കൽ സൈഡിലെ ജീവനക്കാരാണ്. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എല്ലാം ഈ ഇച്ചിരി കള്ളം ചെയ്താൽ നമ്മൾ മിടുക്കന്മാരാവൂ എന്നുള്ളൊരു ധാരണ പൊതുവെ ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവനും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണണം, അവരെ ശിക്ഷിക്കണം. പക്ഷേ അവരെ പിടിച്ച് പറഞ്ഞില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കണ്ടെഴുത്ത് പിള്ളയുടെ കൈവെട്ട് എന്ന് പറയുന്ന വേലുത്തമ്പി തളവ കണ്ടെഴുത്ത് പിള്ളയുടെ കൈവെട്ടി അല്ലെങ്കിൽ വിരൽ വെട്ടി അഴിമതി ചെയ്തതിന് എന്ന് പറയുമ്പോൾ വേലുത്തമ്പി തളവ അതിനേക്കാളും വലിയ അഴിമതിക്കാരനാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രത്തെ തന്നെ ആദ്യം ബ്രിട്ടീഷുകാരോട് ഒത്തുതന്ന് ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുക്കുന്നതിന് തിരുവിതാംകൂർ ഭരണത്തിനെതിരെ പ്രവർത്തിക്കുക, അവസാനം അവരുമായിട്ട് പിണങ്ങുമ്പോഴത്തേക്ക് ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു രാജ്യഭരണാധികാരി ആ ഭരണാധികാരിയുടെ നിലയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ആനുകൂല്യങ്ങൾ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കൂ, അല്ലായിരുന്നാൽ എനിക്ക് വാദം വരും എന്ന് നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും പുതിയൊരു അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ഞാൻ ഒരു അപ്പോയിൻമെൻറ്റ് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ചില ഈ മാതൃഭൂമിയുടെ തന്നെ ഒരു ഓൺലൈൻ സാധനത്തിൽ വന്നതനുസരിച്ചാണെങ്കിൽ ഇങ്ങേർക്ക് എനിക്കത് വിശ്വസിക്കാനൊന്നുമില്ല അത്ര ഉണ്ടെന്നുള്ള കാര്യം. പഴയ ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ അയാൾക്ക് 5 ലക്ഷം രൂപ ഇത് പെൻഷനായിട്ട് കിട്ടുന്നുണ്ട് അത്രേ അബ്രഹാമിന്. അത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യം അത് ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു ആരോപണമായിട്ടോ അല്ലെങ്കിൽ അത് ശരിയായിരിക്കും, അയാൾക്ക് ലീഗലായിട്ട് അതിന് റൈറ്റ് ഉണ്ടായിരിക്കാം. അതിന് പുറമെ ഇയാൾ ഇതിൻ്റെ കിഫ്ബിയുടെ CEO ആകുമ്പോൾ ഏതാണ്ട് 2.5 ലക്ഷം രൂപ വാർഷികമായിട്ടുള്ള വരുമാനമുണ്ട്. അതുകൂടാതെ ഇയാൾക്ക് പറഞ്ഞില്ലേ ഇതിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഇയാൾക്ക് അതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ, മുത്തൂറ്റിൽ ഇയാൾക്ക് അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണെന്ന് പറയുന്നെങ്കിൽ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പണം കറുത്തതോ വെളുത്തതോ ആയിട്ടുള്ള പണം നിക്ഷേപിക്കാനുള്ളൊരു സ്ഥാപനമായിട്ട് അതിനെ ഉപയോഗിക്കുന്നുണ്ടോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ കമ്പനീസ് ആക്ട് പ്രകാരം അതിൻ്റെ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരാളാണെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടാണ് അയാൾ അതിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വരുമാനമുള്ള ഒരു മനുഷ്യനെ പിന്നെ പിടിച്ച് പേഴ്സണൽ സെക്രട്ടറിയുടെ ആക്കുകയാണ്. പേഴ്സണൽ സെക്രട്ടറി ആക്കിയാൽ അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പോൾ ഇതിന് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും കൃത്യമായിട്ടുള്ള ഒരു ലളിത ജീവിതം നയിക്കുക എന്നുള്ളൊരു കാര്യമല്ല. സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് അത് മുകളിലെ തട്ടിലും തൊടാണ്. അതുകൊണ്ടാണ് ആ EMSൻ്റെ കത്ത് ഇപ്പോഴും ഉദ്ധരിക്കുന്നത്. അവരത്രയും ഇതിനെപ്പറ്റി ധാരണ ഇല്ലാത്തവരായിരുന്നിരിക്കാം. ആദ്യമായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ മന്ത്രിമാരുടെ കാര്യം പറയുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ക്യാബിനറ്റിലൊരു കത്ത് വയ്ക്കുകയാണ്, നമ്മുടെ ശമ്പളം 650 രൂപയാണ് ഇപ്പോഴും പ്രതിമാസ ശമ്പളം. അത് ഇന്നത്തെ സാധാരണക്കാരൻ്റെ വരുമാനമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ അത് വളരെ ഉയർന്ന ശമ്പളമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം നമ്മൾ ഒന്നുകൂടെ പരിശോധിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും ശമ്പളത്തിന് അർഹതയില്ല. അതുകൊണ്ട് മന്ത്രിമാരുടെ പ്രതിമാസ ശമ്പളം 500 രൂപയായിട്ട് വെട്ടിക്കുറയ്ക്കാൻ ഈ മന്ത്രിസഭ അനുമതി നൽകണം എന്നൊരു കത്ത് വയ്ക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ തന്നെ പറഞ്ഞില്ലേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആൾക്കാരുടെ ഓണററി 1000 രൂപ വർദ്ധിപ്പിച്ചു. അത് വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ വർദ്ധിപ്പിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എല്ലാം വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി, പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി, ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി എല്ലാം നമ്മൾ വലിയ ബഹളം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ശമ്പളം കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഒരു മുഖ്യമന്ത്രി എഴുതിയ കത്താണ് ഞാൻ പറഞ്ഞത്. ആ മുഖ്യമന്ത്രി ഇരുന്ന് ഭരിച്ച സ്ഥലത്താണ് ഒരു പേഴ്സണൽ സെക്രട്ടറി, അതായത് ഇത് കിഫ്ബിയിൽ നിന്ന് 2.5 ലക്ഷം രൂപ, പെൻഷനായിട്ട് 5 ലക്ഷം രൂപ, ഇത് കൂടാതെ വേറെ തരത്തിലുള്ള കോടികളുടെ പ്രൈവറ്റ് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് കോടികളുടെ ബിസിനസ്, ഇതെല്ലാം ഉള്ള ഒരാളിനെ ഇവിടെ നമ്മൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് അത് നിയമവിരുദ്ധമാണ്, അത് വേറെ കാര്യം. നിയമം പിന്നെ ഒരു വഴി കൂടെ പോകും, നമ്മൾ നമ്മുടെ വഴി കൂടെ പോകും. അതുകൊണ്ട് അതിൽ ആർക്കും ചെയ്യാൻ പറ്റില്ല. അവരെയും തൊടാൻ ഒരു ഹൈക്കോടതിക്കും കഴിയില്ല, അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരാളിനെ വീണ്ടും പറഞ്ഞില്ലേ, അയാൾക്ക് എത്ര ലക്ഷം രൂപ കൊടുക്കണം, 10 ലക്ഷം രൂപ അയാൾ ചെയ്യുന്ന സേവനത്തിന് ഏതാണ്ട് 5-2 7.5 ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ ഇനി ഈ പേഴ്സണൽ സെക്രട്ടറി ആകുമ്പോൾ കൊടുക്കാൻ പോകുന്നത് എത്ര ഒന്നും കൊടുക്കില്ല, അതൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളൊരു 8 ലക്ഷം രൂപയോളം ഒരാളിന് വേണ്ടി ചിലവഴിക്കുകയാണ് നമ്മുടെ പൊതുഖജനാവിൽ നിന്ന്. അപ്പോൾ അത് അൺഎക്കണോമിക്കാണോ എക്കണോമിക്കാണോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ആലോചിക്കണം. അവിടെ മുതൽ തുടങ്ങണം. റീവാമ്പിങ് എന്ന് പറയുന്നത് അവിടെ മുതൽ തുടങ്ങണം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ളതിനെപ്പറ്റി അത് പറഞ്ഞില്ലേ, അത് ഒരു ഫിസ്ക്കൽ ലെവലിൽ മാത്രം ആലോചിച്ചാൽ പോരാ. കാര്യം വെച്ചാൽ നമ്മുടെ ഒരു അടിസ്ഥാന സമ്പത്തിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യ വകുപ്പ് മന്ത്രിയുടെ ജോലിയാണ്. ആ ജോലി നിർവഹിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഈ
1,30,000 കോടി രൂപയുടെ കടത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ സാമ്പത്തികകാര്യ വകുപ്പ് മന്ത്രി രാജിവെച്ച് പോകണം. അതായത് പറഞ്ഞില്ലേ, കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ കേരളത്തിനുണ്ടായ പൊതുകടം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആഭ്യന്തര തലത്തിലും ബാഹ്യതലത്തിലും നമ്മൾ നടത്തിയ ഇടപാടുകളുടെ ഭാഗമായിട്ട് നമ്മുടെ കടവും പലിശയും എത്ര വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ വളർന്നു പോകും. ആ തരത്തിൽ ഒരു സാമ്പത്തിക തകർച്ചയ്ക്ക് ഉത്തരവാദിയായ സാമ്പത്തികകാര്യ വകുപ്പ് മന്ത്രി എനിക്ക് ഈ രാജ്യം ഭരിക്കാൻ ഇനി അവകാശമുണ്ട് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പ് നിൽക്കുന്നത് പോലും അപഹാസ്യമാണ്. കാര്യം ഇതാണ് സർവ്വപ്രധാനം. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയാണ് സർവ്വപ്രധാനം. അത് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, ഞാൻ കിറ്റ് കൊടുത്തു, മറ്റേ സാമൂഹിക കിച്ചൺ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സാമ്പത്തികകാര്യ വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ഞാൻ പൂർണ്ണ പരാജയമാണ്. ഞാനിപ്പോൾ 1 വർഷം കൊണ്ടുണ്ടാക്കിയ കടം എന്ന് പറയുന്നത് ഇത്രയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് സാമ്പത്തികകാര്യ വകുപ്പ് മന്ത്രിയുടെ ഒരു പരാജയമാണ്. അതിന് ഫിനാൻസ് മന്ത്രിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു, ബഡ്ജറ്റിൽ നിയമസഭ അനുവദിക്കുന്ന തരത്തിലുള്ള ചിലവുകൾ നടത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വിത്ത് കൺസെൻറ്റ് ഓഫ് ലെജിസ്ലേച്ചർ. അതിനുവേണ്ടി അദ്ദേഹം ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു, അത് നടത്തുക. ആ ജോലിയാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ. പിന്നെ അതിന് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ടാക്സ് പിരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ ഇതിൽ സ്ഥാപനങ്ങൾ ശരിയാണ് നടക്കുന്നുള്ള കാര്യത്തിൽ അതിന് ബന്ധപ്പെട്ട ഏജൻസികളെ അല്ലെങ്കിൽ വിജിലൻസിലെ കൊണ്ട് പരിശോധിപ്പിക്കാനും അതിനൊക്കെ ഉള്ളതുണ്ട്. പക്ഷേ അതിനേക്കാളും അധികാരം സാമ്പത്തികകാര്യ വകുപ്പ് മന്ത്രിക്കാണ്. സാമ്പത്തികകാര്യ വകുപ്പ് മന്ത്രിക്കാണ് ഇതിൻ്റെ പ്രധാന ചുമതല. അതുകൊണ്ട് സാമ്പത്തികകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം സമ്പൂർണ്ണ പരാജയമായിട്ട്, അതായത് 1 വർഷത്തെ കടമെന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം ഉണ്ടാക്കിയ കടം, ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട്, 10 വർഷമല്ല, ഇപ്പോൾ 1996 ഒരു 2000 മുതൽ 2015 വരെ കേരളം ഉണ്ടാക്കിയ കടം, ആ കടത്തിനെ മറികടക്കുന്ന ഒരു കട 5 വർഷം കൊണ്ടുണ്ടാക്കിയ ഒരു സാമ്പത്തികകാര്യ വകുപ്പ് മന്ത്രി, അത് അയാൾ തന്നെ ആലോചിക്കണം, ഞാൻ ഇനിയും ഒരു സാമ്പത്തികകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കാൻ യോഗ്യനാണോ? അതായത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ മുടിച്ചു കഴിഞ്ഞതിന് ശേഷം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണ്. ഇത് പറഞ്ഞില്ല, ഓരോരുത്തരും അവരുടെ വകുപ്പിൻ്റെ, ഞാനിപ്പോൾ പ്ലാനിങ്ങിൻ്റെയും സാമ്പത്തികകാര്യ വകുപ്പിൻ്റെയും മന്ത്രിയാണ്. അതൊരു ആടയാഭരണമൊന്നുമല്ല, അലങ്കാരത്തിന് വേണ്ടിയല്ലാതെ അങ്ങനെ ഒരു വകുപ്പെടുത്ത് വെച്ചിരിക്കുന്നത്. അത് സാമ്പത്തിക കാര്യം എന്ന് പറയുന്നത്, ഈ ധനകാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഉപോൽപ്പന്നം മാത്രമാണ്. സാമ്പത്തിക കാര്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സാമ്പത്തിക കാര്യത്തിൻ്റെ അടിത്തറയിൽ നിന്നാണ് നമ്മളൊരു ബഡ്ജറ്റിങ് നടത്തുന്നത്. അതിൻ്റെ അടിത്തറ ബലഹീനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ബഡ്ജറ്റ് കൊണ്ട് നടത്തിയാലും എന്തൊക്കെ ജനക്ഷേമങ്ങളിൽ നമ്മൾ നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ 1,30,000 കോടി രൂപയുടെ കടമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിളിച്ചിട്ട് അയ്യോ ഇനി എന്ത് ചെയ്യുക, അടയ്ക്കാൻ സുഖമായിട്ട് നമുക്ക് റിക്കവർ ചെയ്യാം. ഇപ്പോൾ ഈ 20,160 കോടി രൂപയുടെ കുടിശ്ശിക പിരിക്കാനുണ്ടെന്ന് പറയുന്നത്, ഇപ്പോൾ നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കാൻ ശേഷിയുള്ളൊരു സാമ്പത്തികകാര്യ വകുപ്പ് മന്ത്രി നമുക്കുണ്ടെങ്കിൽ, സാമ്പത്തികകാര്യ വകുപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അതിനെപ്പറ്റി ധാരണയുള്ള ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കില്ല. നമുക്ക് നിർഭാഗ്യവശാൽ നമ്മൾ പറഞ്ഞില്ലേ, വരുമ്പോഴത്തേക്ക് സാമ്പത്തികകാര്യ വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടെന്ന് ഉള്ള കാര്യം പോലും നമുക്ക് പൊതുജനങ്ങൾക്ക് പറഞ്ഞുകൂടാ, ഇത് ആ വകുപ്പ് മന്ത്രിക്ക് പറഞ്ഞുകൂടാ, സാമ്പത്തികകാര്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് പറഞ്ഞുകൂടാ. ഇവരെല്ലാം വിചാരിക്കുന്നത് ഈ ഫിനാൻസ് മിനിസ്റ്ററാണ്. ഇതുകൊണ്ട് ഫിനാൻസ് മിനിസ്റ്റർക്ക് ഈ പറഞ്ഞില്ലേ, സമ്പത്തുണ്ടാക്കുക എന്ന് പറയുന്ന ജോലി ഫിനാൻസ് മിനിസ്റ്ററുടെ അല്ല, സമ്പത്ത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഫിനാൻസ് മിനിസ്റ്ററുടെ അല്ല, അത് സാമ്പത്തികകാര്യ വകുപ്പ് മന്ത്രിയുടെ ആണ്. സാമ്പത്തികകാര്യ വകുപ്പ് മന്ത്രിൻ്റെയും സാമ്പത്തികകാര്യ വകുപ്പിൻ്റെയും പ്ലാനിങ്ങിൻ്റെയും ജോലിയാണ്. ആ ജോലി കൃത്യമായിട്ട് നിർവഹിക്കാത്ത ഒരാൾ മറ്റെന്ത് നിർവഹിച്ചു എന്ന് പറഞ്ഞാലും അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അദ്ദേഹം വേറെ നടത്തിയ ഈ സാമ്പത്തികകാര്യ നിയമങ്ങളെ മറികടന്നുകൊണ്ട് കിടക്കുന്ന കള്ളക്കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ കള്ളക്കച്ചവടങ്ങൾക്കുള്ള ഇതിനെ മറികടക്കുന്ന കള്ളക്കച്ചവടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി നമുക്കൊരു സാമ്പത്തികകാര്യ വകുപ്പ് മന്ത്രിയുടെ ആവശ്യമില്ല. അട്ടർ ഫെയിലുകാർ കാര്യം വെച്ച് ഒരു സാമ്പത്തികകാര്യ വകുപ്പ് മന്ത്രി എന്നതിൽ വട്ടപൂജ്യമായ ഒരു മനുഷ്യൻ പുരപ്പുറത്ത് കയറി നിന്നുകൊണ്ട് ഞാൻ മഹാനാണ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കും. ഞാനിപ്പോൾ എല്ലാ വീടുകളിലും ഇൻ്റർനെറ്റ് കൊടുക്കാൻ പോവാണ്. രാവിലെയും വൈകുന്നേരം രാത്രിയും കുറേശ്ശെ ഇൻ്റർനെറ്റ് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും വിശപ്പടക്കും എന്നുള്ള തരത്തിൽ ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഏതാണ് ആവശ്യം, ആവശ്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ലാതെ ഈ പറഞ്ഞതുപോലെ ഒരു രാജ്യത്തെ എങ്ങനെ അൺഎക്കണോമിക്കാക്കി മാറ്റാം, ഒരു കേരളത്തെ പോലെയുള്ള സംസ്ഥാനത്തെ എങ്ങനെ അൺഎക്കണോമിക്കാക്കി മാറ്റാം എന്നുള്ളതിൽ ഈ
സാമ്പത്തിക കുത്തകകളുമായിട്ട് ധനകാര്യ കുത്തകകളുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയുടെ പ്രവർത്തനമാണ് നമ്മൾ കണ്ടത്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണിക്കുന്ന വിപ്രാളവും ഈ പറഞ്ഞ എല്ലാ മന്ത്രിമാരുടെയും തലയിൽ കൂടെ ചവിട്ടി കയറിയിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ പല ഭരണപരിഷ്കാരങ്ങളും കൊണ്ടുവരുമെന്നും പല കാര്യങ്ങളും ആൾക്ക് കൊടുക്കുമെന്നും ചെയ്യുമെന്നൊക്കെ പറയുന്നത്, ആ ഒരു ഔദ്ധത്യം എന്ന് പറയുന്നത് കേവലമായൊരു വിവരക്കേട് മാത്രമല്ല, ഒരു കഴിവുകേടിൽ നിന്ന്, കഴിവില്ലായ്മയിൽ നിന്ന്. ഒരു സാമ്പത്തിക കാര്യ വകുപ്പ് എന്ന് പറയുന്നത് പരമപ്രധാനമാണെന്ന് അതിൻ്റെ ആ കഴിവുകേടിൽ നിന്ന് ഉണ്ടായി വരുന്ന ഒരു ഔദ്ധത്യമാണ്. അഹങ്കാരം പലപ്പോഴും ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു അപകർഷബോധം എന്നൊക്കെ നമ്മൾ പറയും. ആ അപകർഷബോധത്തിൽ നിന്നാണ് എപ്പോഴും ഈ അഹങ്കാരം ഭയങ്കരമായിട്ടുണ്ടായിരുന്നത്. എല്ലാവരുടെയും തലയിൽ ചവിട്ടണമെന്ന് തോന്നുന്നത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള അപകർഷബോധം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഭരണാധികാരി അങ്ങനെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടുന്ന ജോലി, നിൻ്റെ പ്രാഥമിക ജോലി, നീ കരം പിരിച്ച് അല്ലെങ്കിൽ പിരിക്കേണ്ട കരം പിരിച്ച് നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ എങ്ങനെ ലാഭത്തിലാക്കാം എന്നുള്ളതിനെ പറ്റി നീ അതിൻ്റെ ഒരു സ്കീം ഉണ്ടാക്കാദ്യം. ആ സ്കീം ഉണ്ടാക്കി വന്നിട്ട് ഈ പറഞ്ഞില്ലേ നമുക്ക് ഒരു വർഷം കൊണ്ട്, പിന്നെ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ EMS പറയുന്ന പോലെയൊന്നും ആർക്ക് ഈ കാലത്തൊന്നും ജീവിക്കാക്കില്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ സാമ്പത്തിക അച്ചടക്കം ഉള്ളതൊന്നുണ്ട്. സർവ്വമണ്ഡലങ്ങളിലും ഈ ചെലവാളിത്ത ധനതത്വശാസ്ത്രത്തിൻ്റെ പുറകെ നമ്മൾ പോയതോടുകൂടി കാശെടുത്ത് കൊടുക്കുക, എങ്ങനെയും ചെലവഴിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ധൂർത്തമായ ചെലവാളിത്തത്തിൻ്റെതായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോയിട്ടുണ്ട്, സംസ്ഥാനം പോയിട്ടുണ്ട്. അവിടെ കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ വേണ്ടി വരും. ആ സാമ്പത്തിക നിയന്ത്രണങ്ങളും കൂടെ ആയാൽ തന്നെ നമുക്ക് 3/4 പങ്ക് റിക്കവർ ചെയ്ത് വരാൻ പറ്റും. ഈ പറയുന്ന കടത്തിൽ നിന്നൊക്കെ 3/4 പങ്ക് നമുക്ക് റിക്കവർ ചെയ്ത് വരാൻ പറ്റും. അതുകൊണ്ട് ഇതൊക്കെ അസാധ്യമാണ് എന്നുള്ളിടത്തൊന്നും നിൽക്കേണ്ട. ഓരോരുത്തരും അവർ ചെയ്യേണ്ടുന്ന അവർക്ക് ഓരോ വകുപ്പ് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇത് കൂടാതെ വേറെ കുറേ അധികം വകുപ്പുകൾ, ഇതെല്ലാം ചെയ്യാൻ പ്രാപ്തനാണ്, ശരി. അദ്ദേഹം പോലീസിനെ ഭരിക്കാൻ പ്രാപ്തനാണ്, അത് ആഭ്യന്തരം അദ്ദേഹത്തിന് കൊടുക്കുന്നു. പിന്നെ ഇതിൻ്റെ ഈ ടെക്നോളജിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിനാണ്. ഐ ടിയുടെ കാര്യങ്ങളിൽ ഏറ്റവും നല്ല IT-യിലാണ് ഏറ്റവും വലിയ കച്ചവടം നടക്കുന്നത്. അതാണ് അദ്ദേഹത്തിന് അതിൽ താല്പര്യം. അല്ല, അദ്ദേഹം IT വിദഗ്ധനായതുകൊണ്ട് IT-യിൽ പ്രത്യേകിച്ച് ഉള്ളതുകൊണ്ടല്ല, IT അദ്ദേഹത്തിന് കൊടുക്കണം, അത് കൊടുക്കണം. പിന്നെ ഐസക് ഇരുന്നപ്പോൾ ഐസക്കിന് കയറ് തന്നെ വേണമെന്ന് പറഞ്ഞ് കയറി തൂങ്ങിയിട്ടുണ്ട്. കയറിന് വേണ്ടി മാത്രം ഒരു മന്ത്രി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വെസ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. അവിടുത്തെ കയർ വ്യവസായികളുമായിട്ട് ഈ നിരന്തരമായിട്ട് ബന്ധം പുലർത്തിയിട്ട് ആ തരത്തിൽ അവിടെ മാനുഫാക്ചറിങ്ങിൻ്റെ ലെവലിൽ കയറിൻ്റെ സാധ്യതകൾ, പൊട്ടൻഷ്യൽസ് മനസ്സിലാക്കിയിട്ട് അത് എങ്ങനെ അതിൻ്റെ എക്സ്പോർട്ടിങ് ലെവലിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാനായിട്ട് അവർ സഹായിക്കുന്നു എന്നുള്ള പറ്റി മാത്രം ആലോചിക്കുന്ന ഒരു മന്ത്രിയായിട്ട്, ധനകാര്യമന്ത്രിയായ ഞാൻ കയറിൻ്റെയും കൂടെ മന്ത്രിയാകാം എന്ന് ഐസക് പറയുമ്പോഴത്തേക്ക് അത് അപഹാസ്യമാണ്. അതായത് ഇതെല്ലാം കയറെന്ന് പറയുന്നതും കശുവണ്ടി എന്ന് പറയുന്നതും കൈത്തറ എന്ന് പറയുന്നതും ഈ ഇതിൻ്റെ ഫിഷിങ്ങിൻ്റെ മേഖല എന്നൊക്കെ പറയുന്നതും നമുക്ക് ഒരുപാട് നമ്മുടെ ഈ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തിയിരുന്ന തൊഴിലുകളാണ്. ആ തൊഴിലുകൾക്ക് സംഭവിച്ച തകർച്ചയുണ്ട്. ആ തകർച്ചയിൽ ഈ നമ്മൾ ഭയങ്കരമായ പരുക്ക് പറ്റി കിടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആശ്വാസം എന്ന രീതിയിൽ നമ്മൾ ഈ സിവിൽ CDS എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്നൊരു സൊസൈറ്റി കൊണ്ടുവന്ന് ആ പെണ്ണുങ്ങൾക്കെല്ലാം ആശ്വാസ ധനം എന്നുള്ള രീതിയിൽ മൈക്രോ ഫൈനാൻസ് കൂടി 10,000 രൂപ കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ടാക്കുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ രംഗത്ത് ഇവിടെ ഒരു റിവൈവൽ സാധ്യമാണോ, ഒരു ക്രിയേറ്റീവ് റിവൈവൽ സാധ്യമാണോ എന്നുള്ള അതിനെപ്പറ്റിയുള്ളൊരു കൃത്യമായുള്ള പഠനമോ അതിനുവേണ്ടി ശ്രമമോ ഇതുവരെ കേരള സർക്കാരുകൾ നടത്തിയിട്ടില്ല. അതൊരു കാര്യമാണ്. ഇപ്പോഴും കശുവണ്ടിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക്, കൈത്തറിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക്, കൈത്തറിയുടെയൊക്കെ മേഖലയിൽ ഇപ്പോൾ ഹാൻഡ്ലൂമിൻ്റെ അല്ലെങ്കിൽ തന്നെയും യന്ത്രത്തറികളൊക്കെ ഒരു കാലത്ത് എനിക്കറിയാം 57-59 കാലം വരുമ്പോഴത്തേക്ക് ഈ കൈത്തറി മേഖലയുടെയും കയർ മേഖലയുടെയും രംഗത്തുണ്ടായ വലിയൊരു വികാസമുണ്ട്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുമ്പോൾ 59 കഴിഞ്ഞ് 60 കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതൊരു പിന്നോട്ടടിയാണ്. ആ സമയത്തുണ്ടായൊരു വികാസമുണ്ട്. അത് ഒരു ഗവൺമെൻറ് കാഴ്ചപ്പാടായിരുന്നു. അപ്പോൾ അതിന് മാർക്കറ്റ് ഉണ്ടാകില്ലെങ്കിൽ നമ്മളൊരു ആഭ്യന്തര വിപണി അല്ലെങ്കിൽ ഇന്ത്യയിലൊരു വിപണി കണ്ടെത്തണം. നമ്മൾ എക്സ്പോർട്ടിന് പോകണ്ട, ഇന്ത്യയിൽ വിപണി ഉണ്ടാക്കാം ഈ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിൽ. ആ വിപണി അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അതിൻ്റെ വിപണി ഉണ്ടാക്കാം. ആ തരത്തിൽ ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കാവുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ നശിപ്പിച്ചിട്ട് ആ രംഗത്ത് ശ്രദ്ധ പതിപ്പിക്കുന്നതിന് പകരം ഒരു ഡൈവേർഷൻ എന്ന നിലയിലാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഇപ്പോൾ ഇന്നിപ്പോൾ എഴുതിയിരിക്കുന്നത്. അവരെല്ലാവരും കൂടി ഇനിയിപ്പോൾ 3ാം
തരംഗം വരാൻ പോവുകയാണ്. രണ്ടാം തരംഗത്തെപ്പറ്റി തന്നെ നമുക്ക് ഒരു വ്യക്തതയുമില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ രണ്ടാം തരംഗം എന്ന് പറയുന്നത് ആക്ച്വലി അങ്ങനെ ഒരു തരംഗം അത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം തന്നെ വ്യക്തതയില്ല. കോവിഡ് ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. മനോരമ എഴുതുമ്പോഴത്തേക്ക് ഇന്നലെ ഇത്ര പേര് പോസിറ്റീവായെന്ന് മാത്രമേ എഴുതൂ. ഇത്ര പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്ന് എന്തായാലും എഴുതത്തില്ല. അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് രോഗം സ്ഥിരീകരിക്കുന്നില്ല എന്ന് മനോരമ പത്രം പോലും അംഗീകരിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ 67% ആണ് ഈ ജലദോഷത്തിൻ്റെ, എനിക്കിപ്പോൾ ജലദോഷമുണ്ട്, ഈ ജലദോഷത്തിൻ്റെ വൈറസും ഈ SARS-CoV-2 2003 കണ്ടെത്തിയ വൈറസും ഇപ്പോൾ അതിൻ്റെ വൈറസ് കണ്ടെത്തിയെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമല്ല. ഞാൻ അവിടെ അതിൻ്റെ രേഖകൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വ്യക്തമല്ല അതിൻ്റെ മൈക്രോബിനെ കണ്ടെത്തിയെന്ന്. അതായത് ഒരു മൈക്രോബ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ മൈക്രോബിൻ്റെയും സിമിലാരിറ്റി എന്ന് പറയുന്നത്, സാദൃശ്യം എന്ന് പറയുന്നത്, ജനറ്റിക്കായിട്ടുള്ള സാദൃശ്യം എന്ന് പറഞ്ഞാൽ 67% നമ്മൾ മനസ്സിലാക്കണം. കൊച്ചുകൾക്കൊക്കെ ജലദോഷം പിടിക്കുമ്പോൾ അവരെല്ലാം പോസിറ്റീവാന്ന് പറഞ്ഞു പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും കിടത്തുന്നു എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്ടമായൊരു പ്രവർത്തനമാണ്. അതുകൊണ്ട് ഇനി മൂന്നാം തരംഗം വരുമ്പോഴത്തേക്ക് കൊച്ചുങ്ങളെയാണ് ആക്രമിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത് അവരെ സ്കൂൾ വിടുന്നില്ല. ഇത് പറഞ്ഞില്ല, ഇതൊരു ശിശു ഹത്യയുടെ വാസനയാണ്. അതായത് നമ്മുടെ ചരിത്രത്തിലൊക്കെ ഒരു പ്രത്യേക ടെൻഡൻസി ഉണ്ട്. കുട്ടികളത് ഈ സ്കൂളിൽ വിടുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അവരെ അടച്ചുപൂട്ടി വയ്ക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ശിശുവിൻ്റെ സ്വാതന്ത്ര്യം അപഹരിക്കുന്ന ഒരവസ്ഥയുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോഴത്തേക്ക് അതിലൊരു പുതിയ കുഞ്ഞ് പിറക്കുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആ പുതിയ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഹെറോദിൻ്റെ ആൾക്കാർ ഈ ഒരു പുതുപ്പിറവി, ഒരു പുതിയ കുഞ്ഞിൻ്റെ ശിശുവിൻ്റെ ഒരു ശബ്ദം എന്ന് പറയുന്നത് ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവന് എപ്പോഴും വലിയ ഒരു പുതിയ ശബ്ദം, ഇന്നുവരെ കേൾക്കാത്തൊരു ശബ്ദവും ഒരു ജന്മം ഉണ്ടായിരിക്കുന്നു. ശ്രീകൃഷ്ണൻ്റെ കഥയിൽ കംസന് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് അതിപ്പോൾ ഒരു മാട്രിയാർക്കിയുടെ ഒരു ലെവലിലായതുകൊണ്ടാണ് അത് മരുമകനായിട്ട് വരുന്നത് ശ്രീകൃഷ്ണൻ. ഇവിടെ അങ്ങനെയല്ല, വേറെ പൊളിറ്റിക്കലായിട്ട് തന്നെ ആണ് വരുന്നത്. ഈ മിത്തോളജിയിലൊക്കെ ഈ തരത്തിൽ ശിശുക്കൾ എന്തുകൊണ്ടാണ് ഒന്നിനും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ശിശുക്കൾ അധികാര സ്ഥാനങ്ങളെ വിഭ്രമിപ്പിക്കുകയും അവരെ ഒതുക്കാൻ ശ്രമിക്കുകയും അവർ ഈ ശിശുഹത്യയുടെ പറഞ്ഞില്ലേ ഒരു പ്രതീകം എന്ന് പറയുന്നത് നമ്മുടെ മിത്തുകളിൽ ഉണ്ടായി വരുന്നതിന് ഒരർത്ഥമുണ്ട്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂട്ടായ ഒരു ശിശുഹത്യയുടെ ഒരു പ്രേരണയാണ് ഈ സ്കൂളുകൾ അടച്ചിടാൻ വേണ്ടി കാണിക്കുന്ന കുതന്ത്രങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഒരു രോഗത്തെ പ്രതിരോധിക്കണമെങ്കിൽ ആ രോഗത്തെ ആക്ച്വലായിട്ട് അത് അസസ് ചെയ്യുക. അത് കുടുംബശ്രീക്കാരല്ല അതിനെ അസസ് ചെയ്യുന്നത്. കുടുംബശ്രീയുടെ വോളണ്ടിയർമാർ, എൻ്റെ വീട്ടിൽ കുടുംബശ്രീയുടെ വോളണ്ടിയർമാർ വരികയാണെങ്കിൽ അവർ ഒരുപാട് വിഷമിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ, പറയുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല, അവരെ പറഞ്ഞു വിടുന്നവർക്കും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് 2 എണ്ണം കഴിഞ്ഞ് ഇനി മൂന്നാമത് വരുന്ന കുട്ടികളെ ഇതെങ്ങനെ ബാധിക്കും, കുട്ടികളെ എങ്ങനെ ചികിത്സിക്കണം എന്നുള്ളതിൻ്റെ ക്രമങ്ങളൊക്കെ എന്തായാലും റെംഡെസിവിർ കുട്ടികൾക്ക് കൊടുക്കേണ്ടതെന്ന് എഴുതിയിരിക്കുന്നത് മഹാഭാഗ്യം. എന്തൊക്കെയാണോ ഇനി കാട്ടിക്കൂട്ടാൻ വന്നു. കൊച്ചുങ്ങളുടെ മേലിൽ പറഞ്ഞില്ല, അവരെ പള്ളിക്കൂടത്തിലും വിടില്ല. ഇനി അവർക്ക് രോഗം വരാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എന്തായാലും മാസ്ക് ധരിക്കേണ്ട, തീരെ ചെറിയ കുട്ടികൾ മാസ്ക് ധരിക്കേണ്ട എന്നൊരു ഉത്തരവുണ്ടായിട്ടുണ്ട്. അത്രയും ഒരു ആശ്വാസമുണ്ട്. എന്തായാലും പറഞ്ഞില്ലേ, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ പറയില്ലേ, കുമാരനാശൻ പറഞ്ഞ പോലെ ഈ അന്ധർ നയിപ്പു എന്ന് പറയും. കുമാരനാശൻ്റെ ഒരു ഇതുണ്ട്, വിജ്ഞാനത്തിൻ്റെ അന്ധകൂപമാണ്. ആ അന്ധകൂപത്തിലേക്ക് അന്ധർ തന്നെ നയിച്ചുകൊണ്ട് പോകുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം യഥാർത്ഥത്തിൽ മെറ്റീരിയലൈസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു എത്തും പിടിയില്ലാത്ത കാര്യത്തിൽ കയറി വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് ഒരാൾ വളരെ ആർബിട്രറി ആയിട്ട്, സ്വേച്ഛാപരമായിട്ട്, അയാൾ വളരെ ആത്മനിഷ്ഠമായിട്ട്, സബ്ജക്റ്റീവായിട്ട് അയാൾ ചില കാര്യങ്ങൾ തീരുമാനിക്കുകയും അയാളുടെ തീരുമാനങ്ങൾ മന്ത്രിസഭാ തീരുമാനങ്ങളായി തീരുകയും, മന്ത്രിസഭാ തീരുമാനങ്ങളൊന്നും ആയിത്തീരുന്നില്ല, മന്ത്രിസഭയുടെ മുകളിൽ കയറി ഇരുന്നുകൊണ്ട് അയാൾ ഇതൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ എക്കോണമി സ്ട്രീം ലൈൻ ചെയ്യണം? നിങ്ങളുടെ ജോലി ചെയ്തു തുടങ്ങി. നിങ്ങൾ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ നഷ്ടത്തിലല്ല, നിങ്ങൾ പുതിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും വേണ്ടിയില്ല, പ്രൊഡക്ഷൻ ആ ഭാഗത്ത് നിങ്ങൾ എൻഹാൻസ് ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല. നിങ്ങൾ നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങൾ എങ്ങനെ ലാഭത്തിലാക്കാം എന്നുള്ളതിനെ പറ്റി അതിൽ നടക്കുന്ന ഹൈ ലെവൽ കറപ്ഷനിൽ നിങ്ങളൊന്ന് കൈവച്ച് നോക്ക്, കൈ പൊള്ളും. പിന്നെ പിണറായി വിജയൻ ചരിത്രത്തിൽ ഉണ്ടാവില്ല. KSRTCയിൽ ഹൈ ലെവൽ കറപ്ഷൻ നടക്കുന്നുണ്ട്. ഈ പർച്ചേസിങ്ങിൻ്റെ ലെവലിൽ ഹൈ ലെവൽ കറപ്ഷൻ കാലാകാലങ്ങളിൽ നടന്നിട്ടുണ്ട്.
അതിൽ മന്ത്രിമാർ ഉൾപ്പെട്ടിട്ടുണ്ട്. അവിടെ തൊട്ടാൽ പിന്നെ പിണറായി വിജയൻ ഉണ്ടാകില്ല. ആ തരത്തിൽ ഓരോ സ്ഥാപനങ്ങളുടെയും മേലധികാരികളുടെ തലത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു കശുവണ്ടി കോർപ്പറേഷൻ ഉണ്ടായി, ചന്ദ്രശേഖരൻ്റെ ഒരു ബന്ധുവിനെ നിയമിച്ചു, അതിനെ സംബന്ധിച്ചുള്ള വിവാദം ഉണ്ടായി. അപ്പോൾ ആ അഴിമതിയുടെ പേരിൽ സാർവത്രികമായ ആക്ഷേപമുണ്ടായ രതീഷ് എന്ന് പറയുന്ന ഒരു ബ്യൂറോക്രാറ്റിനെ രക്ഷിക്കാൻ വേണ്ടി രംഗത്തെത്തിയ CPM ആണ്. കോൺഗ്രസ്സുകാർ തമ്മിൽ ഈ അപ്പം പങ്കുവയ്ക്കുന്നതിനെ സംബന്ധിച്ചുള്ള കലഹമാണ്. അതുകൊണ്ട് അത് പുറത്തു വന്നപ്പോഴത്തേക്ക് ആ അഴിമതി സംരക്ഷിക്കാനായിട്ട് മുന്നോട്ട് വന്നത് CPM ആണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ ഓരോ സ്ഥാപനങ്ങളും നിങ്ങൾ ആദ്യം അത് ശരിയാക്കുക. നമ്മുടെ തകർച്ച എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്താണ് തകർച്ച. ആ തകർച്ചയില്ല, നമ്മൾ വീണ് കിടക്കുന്നത് എവിടെയാണ്, അവിടെ നിന്ന് അത് എണീക്ക്. അല്ലാതെ അവിടെ കിടന്നുകൊണ്ട് ഞാൻ ഇതെല്ലാം ആകാശത്തോട്ട് വാരി എറിയുന്നു, നിലം പറ്റി കിടന്നുകൊണ്ട് ഞാൻ ആകാശത്തോട്ട് വാരി എറിയുന്നു എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക കാര്യ വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അല്ല. അപ്പോൾ ആരെയാണ് വിചാരണ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനകാര്യ വകുപ്പ് മന്ത്രിയല്ല. ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞില്ലേ, ഈ നിലവിലിരിക്കുന്ന സാമ്പത്തിക സ്ഥിതി വിശേഷത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നു എന്നാൽ കഴിഞ്ഞു ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞില്ലേ, കടബാധ്യതകൾ ഉണ്ടാകുന്നതിൽ തോമസ് ഐസക്കിന് ഉണ്ടാകുന്ന ഇതും അതിൻ്റെ ആശാൻ ഞാനാണ്, ADBയുടെ ആൾ ഞാനാണ്, വേൾഡ് ബാങ്കിൻ്റെ ആൾ ഞാനാണെന്നും പറഞ്ഞൊക്കെ ഐസക്കിൻ്റേതായിട്ടുള്ള ബുദ്ധിശീലം കൊണ്ട് എല്ലാത്തിനും ജനകീയാസൂത്രണം എന്ന് പറഞ്ഞാൽ ഞാനാണ്, സാക്ഷരത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, സാക്ഷരതാ മിഷൻ നമ്മളുണ്ടാക്കി. സാക്ഷരതാ മിഷൻ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ക്യൂബയിൽ ഒരു ലിറ്ററസി മൂവ്മെൻറ്റ് കാസ്ട്രോ കൊണ്ടുവന്ന് അത് ഭയങ്കരമായിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ ജനങ്ങളിലേക്ക് പടർന്നിറങ്ങുകയായിരുന്നു. അവിടെ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അതൊരു ഭയങ്കരമായിട്ട് പൊളിറ്റിക്കലായിട്ട് അവർക്ക് പ്രയോജനം ചെയ്തു. ഇതിങ്ങനെ അത്ഭുതകരമായിട്ട് ജനങ്ങളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനായിട്ട് മാറുന്ന കണ്ട് അന്തം വിട്ടിട്ട് ഈ വേൾഡ് ബാങ്കിൻ്റെയും മുതലാളിത്തത്തിൻ്റെ ആൾക്കാർ അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് പലയിടത്തും ലിറ്ററസി ക്യാമ്പയിൻ കൊണ്ടുവന്നു. അപ്പോൾ അതെല്ലാം പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ ഒരു മാതൃകയാണ് വേൾഡ് ബാങ്കിൻ്റെ ഫിനാൻസിങ്ങിനോട് കേരളത്തിൽ കൊണ്ടുവന്നത്. കേരളത്തിൽ ഈ പറഞ്ഞ അക്ഷരം എഴുതാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ദൗത്യമില്ല. 1938 SNDP യോഗം പാസ്സാക്കുന്ന ആ ഇതിൽ വരെയുണ്ട്. 1938 അതായത് ഈ മുതിർന്നവർക്ക് ഈ എഴുത്തും വായനയും പഠിപ്പിക്കാനുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാകണമെന്ന് പറയുന്നത് അതിവിടെ ഉണ്ട്. ഇവിടെ കാൻഫെഡ് ഉണ്ടായിരുന്നു. ആ തരത്തിൽ പലതരം സമ്പ്രദായങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് സഫിഷ്യൻറ്റ്. അതിനപ്പുറത്ത് ഇവിടെ ഒരു സാക്ഷരതാ വിപ്ലവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കുറേ കൂടെ ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു വില്ലേജസിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കേന്ദ്രീകരിച്ചൊരു സാക്ഷരതാ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ അതിന് അർത്ഥമുണ്ട്. പക്ഷേ ഒരു സാക്ഷരതാ മിഷൻ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം കൊണ്ടുവരികയും അതിൽ നിന്ന് വേൾഡ് ബാങ്ക് എന്ന് ഫൈനാൻസിങ് സ്വീകരിച്ചിട്ട് അതുകൊണ്ട് കിടക്കുക. ഇപ്പോഴും ഈ സാക്ഷരതാ മിഷൻ ഇപ്പോൾ ഒരു ഭാഗത്ത് ഇൻ്റർനെറ്റ് കൊടുക്കുന്നു, ലാപ്ടോപ്പ് കൊടുക്കുന്നു, ടാബ് കൊടുക്കുന്നു, മറുഭാഗത്ത് സാക്ഷരതാ മിഷൻ എന്ന് പറയുന്ന കൈയെഴുത്തിൻ്റെ ആധാരമാക്കിയിട്ടുള്ളതാണ് സാക്ഷരതാ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൊണ്ട് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി നിലനിൽക്കണോ വേണ്ടതെന്നൊക്കെയുള്ള കാര്യം ആലോചിക്കണം. ഈ കുറേ മിഷനുകളും ഈ കുടുംബശ്രീ മിഷൻ, സാക്ഷരതാ മിഷൻ, ഈ കിഫ്ബി അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം പിന്നെ ആളുകൾ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തോ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അതൊന്നും അല്ലാതെ വേറൊരു കാര്യം. അപ്പോൾ അതുപോലെ കുറേ അധികം ഈ കമ്മീഷനുകളും മറ്റതും മറിച്ചതും ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ട്. അതിന് ഒരു വർഷം നിങ്ങൾ എത്ര കോടി ചിലവഴിക്കേണ്ടി വരുന്നു ഇവരെ ഇരുത്തി പൊറപ്പിക്കാനും ഇവർക്ക് കാറും ഇവർക്ക് അവരുടെ ഒരു സ്റ്റാഫും ഒക്കെ നടത്താനായിട്ട്. ഇപ്പോൾ ഭരണഘടനാപരമായിട്ട് ബാധ്യതയുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് നിഷ്പ്രയോജനമാണെങ്കിലും നമ്മൾ അത് ചെയ്തേ പറ്റൂ. അവിടെ കുറേ പേരെ അപ്പോയിൻ്റ് ചെയ്ത് അവർക്ക് പറയുന്ന ശമ്പളം കൊടുത്തേ പറ്റും. അത് കൊടുക്കാം. അങ്ങനെ അല്ലാതെ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഇതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരുപാട് ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഏർപ്പാടുകളൊക്കെ തന്നെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളീ പറയുന്ന പോലെ നമ്മുടെ ഈ കടമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 20,160 കോടിയുടെ ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ചെറിയ തുകയല്ല. അത് പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു 4,00,000-ഓളം എത്താനായിട്ട് വലിയ ദൂരമില്ല. അപ്പോൾ നമ്മളീ പറഞ്ഞതുപോലെ 3 ലക്ഷം കോടി എന്ന് പറയുന്നത് നമുക്ക് മറികടക്കാൻ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഉണ്ട്, ഇപ്പോഴും തന്നെ നിലവിലുണ്ട്. അതിന് കഴിയുന്നത്ര മൊബിലൈസ് ചെയ്തുകൊണ്ട് വന്നിട്ട് ഈ കടം എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വന്നിട്ട് നമ്മൾ സ്റ്റേബിളായിട്ടുള്ള എക്കോണമി ആയിട്ട് മാറുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായൊരു ഉത്തരവാദിത്തം. ഗവൺമെൻറ് പ്രാഥമിക ഹൗ ടു ബിക്കം എ സ്റ്റേബിൾ എക്കോണമി എന്നുള്ളതാണ്.
ഡെവലപ്മെൻ്റ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വി ഷുഡ് ബിക്കം എ സ്റ്റേബിൾ എക്കോണമി. ഇതാണൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മൾ പരിഗണിക്കേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ ഇനി നമ്മൾ ഇന്നലെ വന്നതിലേക്ക് തന്നെ വരാം. അപ്പോൾ എന്താണ് ഈ പറഞ്ഞില്ലേ ഈ നോളജ് എക്കോണമി കൊണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അവസാനം ഈ 4 തൂണുകൾ വരുമ്പോൾ 4ാമത്തെ തൂണിൽ വരുമ്പോഴാണ് വേൾഡ് ബാങ്ക് വേൾഡ് ബാങ്കിൻ്റെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ ഐസക്ക് ഇപ്പോൾ നോളജ് എക്കോണമിയെ പറ്റി പറയുമ്പോഴത്തേക്ക് അത് വായിക്കുന്ന ഐസക്കിനും ഇതെന്താണെന്ന് അറിയില്ല, കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കും അറിയില്ല, ഇത് എഴുതി കൊടുത്ത ആളുകൾക്കും അറിയില്ല. എഴുതിയ സായിപ്പുണ്ട്, സായിപ്പിന് ഇതെന്തെന്ന് അറിഞ്ഞുകൂടാ, അത് വായിക്കുന്ന ഐസക്കിനും അറിഞ്ഞുകൂടാ, കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ. അപ്പോൾ ഇതൊരു ഭയങ്കര പൊണ്ണ കാര്യമാണെന്ന് നമ്മളിരിക്കും. പക്ഷേ വേൾഡ് ബാങ്കിനുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ബാങ്ക് അതിൻ്റെ പിന്നിലുള്ള സാമ്പത്തിക താല്പര്യം എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പച്ചയ്ക്കങ്ങ് പറയും. അതായത് കമ്മോഡിഫിക്കേഷൻ എന്നൊരു പ്രയോഗം വരുമ്പോൾ കമ്മോഡിഫിക്കേഷൻ ഓഫ് യുവർ ഇൻ്റലക്ച്വൽ കാലിബർ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽ. എന്താ കമ്മോഡിഫിക്കേഷൻ? കമേഴ്ഷ്യലൈസേഷൻ നമ്മൾ ഉണ്ട്. കമ്മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു മോഡിഫിക്കേഷനാണ് അവിടെ നടക്കുന്നത്. ഒരു കമേഴ്ഷ്യൽ ലെവലിൽ അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് വരിക, നിൻ്റെ ബുദ്ധിയെ കമേഴ്ഷ്യൽ ലെവലിൽ മോഡിഫൈ ചെയ്യുക, അതിനെയാണ് കമ്മോഡിഫിക്കേഷൻ. വളരെ പച്ചയായിട്ട് അവർ എടുത്തു പറഞ്ഞു. എങ്ങനെയാണ്? ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അവൈലബിലിറ്റി ഓഫ് സ്കിൽ ലേബർ. ആദ്യം പറയുന്നുണ്ട് കമ്മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രയോഗം കൂടെ അവർ തന്നെ നടത്തുന്നുണ്ട്. ആദ്യം പറയുന്നതാണെന്ന് തോന്നുന്നു. ആദ്യത്തെ 3 ഇതിൽ ഇൻ ദ നോളജ് എക്കോണമി ഇന്നൊവേഷൻ ബേസ്ഡ് ഓൺ റിസർച്ച് ഇന്നൊവേഷൻ ബേസ്ഡ് ഓൺ റിസർച്ച് ഈസ് കമ്മോഡിഫൈഡ്. കമ്മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. മോഡിഫൈ ആസ് പെർ ദി ഇൻട്രസ്റ്റ് ഓഫ് കോമേഴ്സ്, അതിനാണ് കമ്മോഡിഫൈ എന്ന് പറയുക. ആ തരത്തിൽ നിങ്ങളുടെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഈ റിസർച്ച് നിങ്ങൾ നടക്കുന്ന ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കമ്മോഡിഫൈ ചെയ്യുക. അതിന് കമ്മോഡിഫൈ ചെയ്യുമ്പോൾ അതൊരു പേറ്റൻ്റായിട്ട് മാറി വരും. അപ്പോൾ അങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ള അവർ വളരെ പച്ചയായിട്ടങ്ങ് പറയുകയാണ്. അത് ഈ വേൾഡ് ബാങ്കിൻ്റെ ഒരു ഗുണമാണ്. നമ്മൾ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, നിങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യിക്കുന്നത് എന്ന് വേൾഡ് ബാങ്ക് വളരെ പച്ചയായിട്ടങ്ങ് പറയുകയാണ്. ഇത് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയാണ്, നന്നായിട്ട് മനസ്സിലാവുന്ന ഭാഷയാണ്. ഐസക്ക് ഇത് പറയുമ്പോഴത്തേക്ക് ഈ കമ്മോഡിഫിക്കേഷൻ്റെയും കമേഴ്ഷ്യലൈസേഷൻ്റെയും കാര്യമൊന്നും അവിടെ പറയില്ല, നിയമസഭയിൽ പറയില്ല. കുറേ പണ്ഡിതന്മാർ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മിസ്റ്റിഫൈ തിങ്സ്. അതായത് ഇതൊക്കെ ചെന്ന് പച്ചയായിട്ട് തലയ്ക്ക് വെളിവുള്ള ഒരു സമൂഹത്തിൽ ചെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അടി കിട്ടും എന്ന് പണ്ഡിതന്മാർക്ക് അറിയാവുന്ന, ഇത് മൂട്ട് ചെയ്യുന്നവർക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് അവർ വേറെ ഇതിനെ മിസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് വായിച്ചിട്ട് ആളുകളെ വിരട്ടുക എന്ന് പറയുന്നൊരു ഏർപ്പാടാണ് ഈ നോളജ് എക്കോണമിയുടെ പ്രസൻറ്റേഷനിലൂടെ ഐസക്ക് ചെയ്തത്. അത് ഐസക്കിൻ്റെ പണ്ട് പോലെയുള്ളൊരു സ്വഭാവമാണ്. ഐസക്ക് അത് ചെയ്യും. അതായത് ഈ മനസ്സിലാകാത്ത കാര്യങ്ങളെപ്പറ്റി ഐസക്ക് സംസാരിക്കും, എന്നിട്ട് അതിൻ്റെ ആധികാരികൻ ഞാനാണെന്ന് പറയും. ചെയ്തു വരുമ്പോഴത്തേക്ക് ഇത് ടപ്പോന്നും പറഞ്ഞ് വീണ് കിടക്കുന്നത് കാണുമ്പോൾ വീണിതല്ലോ കിടക്കുന്നു ശോണിതവും അണിഞ്ഞ അയ്യോ ശിവശിവ എന്നൊരവസ്ഥയിൽ എത്തുമ്പോഴാണ് ഇപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്താണ്? വീണിതല്ലോ കിടക്കുന്നു എന്ന് പണ്ട് KC കേശവപിള്ള ആണല്ലോ എഴുതുന്നത്. വീണിതല്ലോ കിടക്കുന്നു ഷോണിയിൽ ശോണിതവും അണിഞ്ഞ അയ്യോ ശിവശിവ എന്ന് പറയുന്നത് 3 ലക്ഷം കോടിയുടെ കടവും ഒക്കെ ആയിട്ട് ശോണിതവും അണിഞ്ഞ് ഇതാ കിടക്കുന്നു നമ്മുടെ സാമ്പത്തിക അവസ്ഥ. അത്ര എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ കയറിയിരുന്നുകൊണ്ട് ഇനി നമുക്ക് നോളജ് എക്കോണമി ആകാമെന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ തുടർന്ന് വന്ന ഒരു പോളിസിയുടെ തന്നെ പിന്തുടർച്ചയാണ് നോളജ് എക്കോണമി എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അതവിടെ ഉണ്ട്. അതായത് ഇപ്പോൾ പറഞ്ഞില്ലേ, അവസാനം പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് വാട്ട് ഈസ് എക്സംപ്റ്റഡ്, നമ്മുടെ പൊതുജീവിതത്തിൽ നിന്ന് എന്താണ് ഒഴിവാക്കപ്പെടണമെന്ന് ഇതിൽ അവസാനം വരുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്. യു ക്യാൻ ഹാവ് ആൻ അക്കാഡമിയ എന്ന് പറയുമ്പോൾ ഈ അക്കാഡമികളിലിരുന്ന് ആ കാശ് തിന്നുന്ന ഒരു വർഗത്തെയാണ് അക്കാഡമിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ട് ഒന്നുണ്ട്. ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സ്ഥാപിച്ചു. അത് വോട്ട് പിടുത്തത്തിന് വേണ്ടി ചെയ്തതാണ്. എന്നാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഈ ഒരുപാട് സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് ഇവർ പറയുന്ന പോലെ ഒരു റിനൈസൻസ് മൂവ്മെൻറ്റിൻ്റെ, അതായത് ഈ കേരളത്തിൻ്റെ ഒരു നവോത്ഥാന ചിന്തയുടെ നവോത്ഥാന ഒരു നീക്കത്തിൻ്റെ ഒരു സ്പിരിറ്റായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ തരത്തിൽ ഇപ്പോൾ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം കൊണ്ടുവന്നത് നിസ്സാരമല്ല. വിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥം
എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ള തിരിച്ചറിയലാണ്. അതിനുവേണ്ടിയാണ് നിങ്ങൾ വിദ്യ അഭ്യസിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങൾ വിദ്യ അഭ്യസിക്കുന്നത്. അല്ലാതെ അതിനെ കമ്പോഡിഫൈ ചെയ്തിട്ട് പേറ്റൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല നിങ്ങൾ വിദ്യ അഭ്യസിക്കുന്നത്. മനുഷ്യന് സ്വാതന്ത്ര്യം ഒന്നുണ്ട്. സ്വതന്ത്രരാകണമെങ്കിൽ നിങ്ങൾ മാർക്സ് പറഞ്ഞതുപോലെ ചങ്ങലകൾ പൊട്ടിച്ചെറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദ്യ എന്തെന്നറിയണം. നിങ്ങൾക്ക് വിദ്യ നിഷേധിച്ചത് നിങ്ങളെ ചങ്ങലയ്ക്കുള്ളിലാക്കാനായിരുന്നു എന്നാണ് നവോത്ഥാനം പറഞ്ഞത്. അതുകൊണ്ടാണ് ശംഭുവൻ പഠിക്കേണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് താണജാതിക്കാരൻ ക്ലാസ്സിൽ കയറണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അത് പൊട്ടിച്ചെറിഞ്ഞിട്ട് നമ്മൾ ആ സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നതെന്ന് പറഞ്ഞത്. അതും പിന്നെ സംഘടന കൊണ്ടാണ്, പ്രാർത്ഥന കൊണ്ടല്ല, സംഘടന കൊണ്ടാണ് ശക്തരാകുന്നൊക്കെ പറഞ്ഞ ആ ഒരു മെസ്സേജിൻ്റെ വക്താവാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ കാട്ടുകള്ളന്മാരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്ന അത് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് അതിനുള്ള ബഹുമാനമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ടു നടക്കുന്ന പ്രമുഖൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അവിടുത്തെ ഒരു വലിയ അബ്കാരി വ്യവസായിയാണ് അദ്ദേഹം. ഈ പറഞ്ഞില്ലേ, സ്വന്തം ഇത് പൊതുകാര്യത്തിന് വേണ്ടി പിരിച്ചെടുത്ത കാശ് സ്വന്തം പോക്കറ്റിലാക്കി എന്നുള്ള കേസിൽപ്പെട്ട് നടക്കുകയാണ്. അദ്ദേഹമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള വക്താവായിട്ട് വരുന്നത്. ശ്രീനാരായണ ഗുരു ഇതിനൊന്നും ഒരു കർമ്മസാക്ഷിയൊന്നുമല്ല, അത് വേറൊരു ഇതാണ്, അത് ചരിത്രമാണ്. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ഹിസ്റ്ററിയാണ്. അതിന് നിങ്ങളാരും ശ്രീനാരായണ ഗുരുവിനെ ഉദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും കൂടി ശ്രീനാരായണ ഗുരുവിനെ ഉദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനുവേണ്ടി ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് നടത്തിയ അപ്പോയിൻമെൻറ്റുകൾ അടിമുടി ശരിക്കും പറഞ്ഞാൽ അസഭ്യമായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അതിൻ്റെ പേരിൽ UGC അതിനെ ബാർ ചെയ്തു. എന്തുകൊണ്ട് ബാർ ചെയ്തു? നിയമവിരുദ്ധമായിട്ട് ചെയ്യാവുന്നത് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തു. തന്നിഷ്ടം പോലെ ചെയ്യാവുന്നത് എന്തെല്ലാം ചെയ്യോ അതെല്ലാം അവിടെ അങ്ങ് ചെയ്തു. അപ്പോൾ അതിന് അങ്ങനെ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കഥ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മളിപ്പോൾ ഈ പറയുന്ന നോളജ് എക്കോണമിയെ കുറിച്ച് പറയുമ്പോൾ അതും ഒരു നോളജ് എക്കോണമിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഹൗ ടു കമോഡിഫൈ അക്കാഡമിയ എന്ന് പറയുന്ന ഒരു സമൂഹം, അതിനാണ് ആദ്യം മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അക്കാഡമിയ എന്ന് പറയുന്നൊരു സമൂഹം ഒരു സാമൂഹ്യ വിപത്താണ്. നമ്മുടെ കേരളത്തിലെ ബുദ്ധിജീവി വർഗം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വിപത്താണ് എന്ന് ഏറ്റവും അധികം തെളിയിക്കപ്പെടുന്നൊരു കാലമാണിത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റലക്ച്വൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, നമ്മൾ പൻസാരയുടെ കാര്യമോ അല്ലെങ്കിൽ പറഞ്ഞില്ലേ കൽബുർഗിയുടെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ ആ ഇൻ്റലക്ച്വൽ എന്ന് പറയുന്നതിൻ്റെ ആ സ്പിരിറ്റ് എന്താണ് എന്ന് തെളിയിച്ചവരാണ്, ആ രക്തം കൊണ്ട് തെളിയിച്ചവരാണ്. അവരെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പ്രസംഗിക്കുകയും ഈ ഇവിടെ നടക്കുന്ന ഈ സാമ്പത്തികമായ ക്രമക്കേടുകളുടെയൊക്കെ പിന്തുണക്കാരായി തീരുകയും അതിൽ അരികു പറ്റിക്കൊണ്ട് എൻ്റെ ഭാര്യയും കൂടെ അതിനകത്ത് കയറ്റാൻ പറ്റുമോ, എൻ്റെ ബന്ധുവിനെയും കൂടെ ഒരു വശത്തൂടെ കയറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു കോളേജ് മാനേജരോട് ചോദിച്ച്, അല്ലെങ്കിൽ മാതാമൃതാനന്ദമ്മയോട് ചോദിച്ച് സൗജന്യമായിട്ട് എൻ്റെ മകൾക്ക് കൂടി അവിടെ ഒരു സീറ്റ് കിട്ടുമോ എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ ബുദ്ധിജീവി വർഗം എന്ന് പറയുന്നത്. ബുദ്ധിജീവി വർഗം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ വിപത്തായി തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് അക്കാഡമിയാണ്. അക്കാഡമി ആകുമ്പോഴത്തേക്ക് വെറും ഈ കവിത എഴുതിയും അങ്ങനെ ഒരു ഇതായിട്ടൊരു ഫ്രീലാൻസറായിട്ടൊന്നും നടന്ന് നിങ്ങൾക്ക് ആകാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു അക്കാഡമി എന്നുള്ള രീതിയിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് ചെയ്യണം. അതൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയാലും മതി. അപ്പോൾ ആ ഒരു പ്രത്യേക വർഗം അതിനാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അക്കാഡമിയ. ദി പ്രൈവറ്റ് സെക്ടർ രണ്ടാമത് വരുന്നത് ഇതാണ്. അത് എ വൈബ്രൻ്റ് ഇന്നൊവേഷൻ ലാൻഡ്സ്കേപ്പ്, അത് തുടിക്കുന്ന ഒരു ഭൂമിക. എന്തിൻ്റെ ഭൂമികയാണ്? അതിൽ എന്തൊക്കെയാണ് അങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുന്നത്? ദാറ്റ് ഇൻക്ലൂഡ്സ് അക്കാഡമിയ അല്ലെങ്കിലും തുടിക്കും, അങ്ങനെ തുടിക്കുന്നതാണ് അക്കാഡമി എന്ന്. അക്കാഡമിയുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ എൻ്റെ അധ്യാപകർ എങ്ങനെയാണ് ഈ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതെന്നും പഠിപ്പിച്ചുകൊണ്ടിരുന്നതെന്നും പറയാം. അവർ വലിയ അക്കാഡമിഷ്യൻസ് ഒന്നും അല്ലായിരുന്നു. അവരത്യാവശ്യം വേണ്ട ഒരു ഡിഗ്രി എടുത്തു, പഠിപ്പിക്കുന്ന ജോലിയായിട്ട് സ്വീകരിച്ചു. പക്ഷേ ഈ പറയുന്ന അക്കാഡമിഷ്യൻസിനേക്കാളും പ്രജ്ഞയുള്ളവരായിരുന്നു അവർ. മോഡേൺ അക്കാഡമിയ എന്ന് പറയുന്നത് അതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വൈസ് ചാൻസലറാകാം, എങ്ങനെ പ്രൊവിസി ആകാം, എങ്ങനെ രജിസ്ട്രാർ ആകാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ജൂനിയർ അധ്യാപകനാകുമ്പോഴേ ആലോചിക്കുന്ന ഒരു പ്രത്യേക വർഗത്തെയാണ് നമ്മളിപ്പോഴത്തെ അക്കാഡമിയ എന്ന് പറയുന്നത്.
കുട്ടികളുടെ ക്ലാസ്സുകൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അതിൻ്റെ പുറത്തു പോയി ഇരുന്നിട്ട് ബാക്കിയുള്ള ചില കാര്യങ്ങൾ, ബാക്കിയുള്ള ചില ഏർപ്പാടുകളൊക്കെ നടത്തി അതിലെ കോൺടാക്ട്സ് കൂടെ ഉണ്ടാക്കി ഒരു 10 സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയി, 10 ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടുത്തെ ആതിഥ്യം സ്വീകരിച്ച് ആ തരത്തിലൊരു ഇൻ്റർനാഷണൽ റെക്കഗ്നീഷൻ ഉണ്ടാക്കി 10 സ്ഥലത്ത് പേപ്പർ പ്രസിദ്ധീകരിച്ച് അങ്ങനെയൊക്കെ ഉള്ള തരത്തിൽ നമുക്കൊരു റെക്കഗ്നീഷൻ ഉണ്ടെന്ന് വരുത്തി തീരും. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, ഈ പേപ്പറൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് അത്ര പ്രധാനപ്പെട്ടൊരു കാര്യമൊന്നുമല്ല. അതിനുവേണ്ടിയുള്ള ഏജൻസികൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ആ ഒരു സമൂഹത്തെയാണ് നമ്മൾ അക്കാഡമിയ എന്ന് പറയുന്നത്. അത് അക്കാഡമി എന്ന് പറയുന്ന ഒരു മറ മാത്രമാണ്, ഒരു മറ മാത്രമാണ്. ഇവരിപ്പോൾ നോളജ് എക്കോണമി എന്ന് പറയുമ്പോൾ ഈ അക്കാഡമി എന്ന് പറയുന്നത് ഈ മൂഢന്മാരുടേതായ ഒരു സമൂഹമാണ്. ഈ പറയുന്ന സോക്കുകൾ, ദേ ആർ നോട്ട് ടീച്ചേഴ്സ്. നിങ്ങൾക്ക് ടീച്ചറാകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കാഡമി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ തന്നെ ഇല്ലാതാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഹൗ ടു ബിക്കം എ ടീച്ചർ ഇൻ യുവർ സെൽഫ് എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾക്ക് ടീച്ചറെ പറ്റി ഒരു കൺസെപ്റ്റ് ഉണ്ടാകും. ആ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൈമറി അധ്യാപകനാണെങ്കിൽ പോലും നിങ്ങൾ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ യു ബിക്കം ആൻ അക്കാഡമിഷ്യൻ. നിങ്ങൾ വലിയ പണ്ഡിതനും അല്ലെങ്കിൽ വലിയ ഡിഗ്രിയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ നിങ്ങൾക്ക് വേണ്ട. അക്കാഡമി എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞില്ല, ആദ്യം എന്ന് പറയുന്നത് കുടിപ്പള്ളിക്കുടം എന്ന് പറയുന്നൊരു അക്കാഡമിയാണ്. കുടിപ്പള്ളിക്കുടം എന്ന് പറയുന്നത് അവിടെ നിന്ന് തുടങ്ങുന്നതാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഈ മേലെ തട്ടിൽ പല സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ഒരു അക്കാഡമി ഒരു വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുന്ന ഇപ്പോൾ ഈ ടെക്നോളജിയുടെ ഒരു പീരീഡിൽ, പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു മണ്ഡലത്തിൽ തീർച്ചയായിട്ടും ഈ ടെക്നോളജിക്കൽ ആ ഫീൽഡിൽ പുതിയതായിട്ടുള്ള ചില കണ്ടെത്തലുകൾ വളരെ സ്വാഭാവികമായിട്ടും സ്പോണ്ടേനിയസ് ആയിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് മോസ്റ്റ്ലി വിത്ത് ദി അസിസ്റ്റൻസ് ഓഫ് ദി ടെക്നോളജിക്കൽ സിസ്റ്റം, ടെക്നോളജിയുടെ ആ നേച്ചറിൻ്റെ അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് വീണ് കിട്ടുന്ന അവസരങ്ങളാണ് മിക്കവാറും അതിൽ വരുന്നത്. അതൊക്കെ നല്ലത് തന്നെയാണ്. അക്കാഡമിയ നമുക്ക് അംഗീകരിക്കാം. യെസ്, വി ഷുഡ് ഹാവ് ആൻ അക്കാഡമിയ ഡെഫിനറ്റ്ലി. അപ്പോൾ പക്ഷേ അക്കാഡമിയ ഒരു മുഖ്യ ഘടകം, ഒരു സമൂഹത്തിൻ്റെ മുഖ്യ ഘടകമാണെന്നൊക്കെ പറയുന്നിടത്ത് വലിയ കുഴപ്പമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പണിയെടുക്കുന്നവനും കാര്യങ്ങളുണ്ടാക്കുന്നവനും ഇപ്പോൾ പ്രൊഡക്ഷനാണ് നടക്കുന്നത്. പ്രൊഡക്ഷൻ നടക്കുന്നിടത്ത് ഈ അക്കാഡമിക്ക് എന്താ കാര്യം? പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷന് വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ആ പ്രൊഡക്ഷൻ്റെ ഒരു മേഖലയിൽ വരുമ്പോഴത്തേക്ക് അക്കാഡമിയ എന്ന് പറയുന്നത് അതിൻ്റെ ജ്ഞാനസൂത്രം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അക്കാഡമിയുടെ ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അക്കാഡമിക്ക് മുൻഗണന കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഔട്ട് ഓഫ് ദി പ്ലേസ് പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്ന ആ ഒരു ലാൻഡ്സ്കേപ്പിൽ, പ്രൊഡക്ഷൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിൽ, ഈ ഇന്നൊവേഷൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിൽ പ്രൈവറ്റ് സെക്ടർ എങ്ങനെ പ്രധാനമായിട്ട് വരുന്നത്? സ്വകാര്യ മേഖല എന്ന് പറയുന്നത് അത് രണ്ടാമത്തെ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് അവിടെ പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ആൻഡ് ദി സിവിൽ സൊസൈറ്റി. ആൻഡ് ദി സിവിൽ സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞില്ല, സിവിൽ സൊസൈറ്റിയുടെ പഴയ പ്രമാണങ്ങളൊക്കെ കാലഹരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ UN പറയുന്നത്. UN നേരത്തെ സിവിൽ സൊസൈറ്റിയെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് ഇങ്ങനെയാണ്: എ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദാറ്റ് ഓപ്പറേറ്റ്സ് ഇൻ ദി കമ്മ്യൂണിറ്റി ഇൻ ദി വേ ദാറ്റ് ഇറ്റ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ബോത്ത് ദി ഗവൺമെൻറ് ആൻഡ് ബിസിനസ്. ബിസിനസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏതാണ്ട് പ്രൈവറ്റ് സെക്ടർ എന്നുള്ള അർത്ഥത്തിലായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യം UN ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്ക് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദാറ്റ് ഓപ്പറേറ്റ്സ് ഇൻ ദി കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്നാണ് ഈ കുടുംബശ്രീയുടെ പേര്. ആ രണ്ട് ടേം ഇതിനകത്ത് വന്നിരിക്കുന്നത് നോക്കുക. സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദാറ്റ് ഓപ്പറേറ്റ്സ് ഇൻ ദി കമ്മ്യൂണിറ്റി. സൊസൈറ്റി, കമ്മ്യൂണിറ്റി, ആ രണ്ട് ടേംസും ഇവിടെ വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇൻ ദ വേ ദാറ്റ് ഇറ്റ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദി ഗവൺമെൻറ് ആൻഡ് ബിസിനസ്. ഗവൺമെൻറ്റിൽ നിന്നും ബിസിനസ്സിൽ നിന്നും, ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ് അല്ലെങ്കിൽ ആ തരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ബിസിനസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മേഖലയിലേക്ക് വരാത്തതും, ആൻഡ് ഇറ്റ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ഗവൺമെൻറ്റിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കുന്നത് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് യു ക്യാൻ ഹാവ് എ പ്രൈവറ്റ് സെക്ടർ. നോളജ് എക്കോണമിയിൽ യു ക്യാൻ ഹാവ് എ പ്രൈവറ്റ് സെക്ടർ, യു ക്യാൻ ഹാവ് ആൻ അക്കാഡമിയ ആൻഡ് എ സിവിൽ സൊസൈറ്റി ദാറ്റ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ഗവൺമെൻറ്. ദർ ഈസ് നോ ഗവൺമെൻറ് ദർ. ലിക്വിഡേഷൻ ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെയാണ്. അത് PDS-ൽ പറഞ്ഞിരുന്ന അതേ ആശയമാണ് ലിക്വിഡേഷൻ ഓഫ് ഗവൺമെൻറ്. ജോഹന്നസ്ബർഗിൽ MP പരമേശ്വരൻ എഴുതി കൊടുത്ത ആ പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന ലിക്വിഡേഷൻ ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഗവൺമെൻറ്റിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് സിവിൽ സൊസൈറ്റി വരുന്നുണ്ട്. വേറെ UN തന്നെ പിന്നീട് കൊടുക്കുന്ന ഡെഫിനിഷനാണ്: നോൺ സ്റ്റേറ്റ്, നോട്ട് ഫോർ പ്രോഫിറ്റ് വോളണ്ടറി എൻറ്റിറ്റീസ്
formed by the people in the social atmosphere that are separate from the state and market. അതായത് രണ്ടെണ്ണമാണ്. മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുന്നതാണ്. അത് നോൺ സ്റ്റേറ്റാണ്. ഒരു സ്ഥലത്ത് തന്നെ പറയുന്നത് നോൺ സ്റ്റേറ്റാണ്, സ്റ്റേറ്റ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുടുംബശ്രീ സ്റ്റേറ്റ് അല്ല എന്ന് നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് സ്റ്റേറ്റ് ഇന്ന കാര്യത്തിനായിട്ട് അവർ ഡെപ്യൂട്ടി ചെയ്യുമ്പോഴത്തേക്ക്, അതിനുവേണ്ടി അവർക്ക് വേതനം കൊടുക്കുമ്പോഴത്തേക്ക്, യു ഷുഡ് റിമെമ്പർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് സ്റ്റേറ്റ്. ദെൻ നോട്ട് ഫോർ പ്രോഫിറ്റ് വോളണ്ടറി എൻറ്റിറ്റീസ് ഫോംഡ് ബൈ ദി പീപ്പിൾ. അതിൽ പ്രോഫിറ്റ് മോട്ടിവേറ്റഡ് ആകാൻ പാടില്ല. NGOs ഒക്കെ അതിനകത്ത് വരുന്നത് അതിൻ്റെ പേരിലാണ്. നമുക്കൊരു ഒരു ഒരു 10,000-ഓളം NGOs ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ NGOs ഒക്കെ ഈ കാറ്റഗറിയിൽ വരും, സിവിൽ സൊസൈറ്റി കാറ്റഗറിയിൽ വരും. ദാറ്റ് ആർ സെപ്പറേറ്റ് ഫ്രം ദി സ്റ്റേറ്റ്. അതാണ് സെപ്പറേറ്റ് ഫ്രം ദി സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ സ്റ്റേറ്റാണോ സിവിൽ സൊസൈറ്റിയാണോ? ചോദിക്കുന്ന ചോദ്യം ഇതേ ഉള്ളൂ. ആർ യു സ്റ്റേറ്റ് ഓർ സിവിൽ സൊസൈറ്റി? ആർ യു എ മിക്സ്ചർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി? ഇതാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് കല്ലും നെല്ലും തിരിഞ്ഞേ മതിയാവൂ. അതായത് സ്റ്റേറ്റ് എന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ, അതിൻ്റെ ഒരു വ്യൂഹം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോളജ് എക്കോണമിയുടെ ഒരു അജണ്ടയാണ്. സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിൻ്റെ ഒരു വ്യൂഹം കൊണ്ട് ഗവൺമെൻറ്റൽ പവറിനെ മറികടക്കുക എന്ന് പറയുന്ന ഗവൺമെൻറ് നിയമങ്ങൾ ബാധകമല്ല. അവിടെ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയാലും ക്ലോസ്ഡ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയാലും അവിടെ നിയമങ്ങൾ ബാധകമല്ല. അവിടെ സബ്ജക്റ്റ് റെസ്പെക്റ്റ് എങ്ങനെ മാർക്കിട്ടാലും അത് ബാധകമല്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോൺ സ്റ്റേറ്റ്, ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിന്, അതാണ് ഈ ഇതിൽ വരുന്നത് കമ്മ്യൂണിറ്റി സെൻറ്റേഡ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എന്നുള്ളൊരു പ്രയോഗമാണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ആദ്യത്തെ CDS എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന കുടുംബശ്രീ, അതുൾപ്പെടെ നോൺ സ്റ്റേറ്റാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നോൺ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേറ്റ് അതിൻ്റെ വളർത്തുപുത്രിയാണ് അല്ലെങ്കിൽ വളർത്തുപുത്രനാണ് എന്നുള്ള രീതിയിൽ അതിന് കൊടുക്കുന്ന പരിചരണവും പരിരക്ഷയും എന്ന് പറയുന്നത് അത് തിരിഞ്ഞു കൊത്തുന്നതാണ്, സ്റ്റേറ്റിനെ തിരിഞ്ഞു കൊത്തുന്നതാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മനസ്സിലാക്കും. നമ്മൾ എന്തുകൊണ്ടാണ് സാമ്പത്തികമായ ഒരു വൈവശ്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പരിശോധിക്കുമ്പോൾ അതിന് ഈ പറയുന്ന കുടുംബശ്രീക്ക് എന്തുമാത്രം റോളുണ്ടെന്ന്, അതിനുവേണ്ടി നമ്മുടെ ഈ ഗവൺമെൻറ്റിലായിട്ടുള്ള അസറ്റ് എത്രമാത്രം നമ്മൾ ചോർത്തി കൊടുത്തിട്ടുണ്ട്, അതാണ് പ്രധാനം. ഞാൻ പറയുന്നത് ഗവൺമെൻറ് അസറ്റ് എത്രമാത്രം നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷന് വേണ്ടി ചോർത്തി കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കും ഇത് നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത്. ആ തരത്തിൽ വസ്തുനിഷ്ഠമായ ഒരു പഠനം നടത്തിയിട്ട് ഇതൊക്കെ വേണോ വേണ്ടെന്നുള്ളത്. രണ്ടാമത് ഇതിനേക്കാളും വളരെ തമാശയാണ്. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ KM എബ്രഹാം എന്ന് പറയുന്നത്, മുത്തൂറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൈവറ്റ് സ്വർണ്ണപ്പണയ സ്വകാര്യ സ്ഥാപനമാണ്. പ്രൈവറ്റ് സെക്ടർ ഉണ്ട് ഇതിനകത്ത്. നോളജ് എക്കോണമിയിൽ ഇന്നൊവേറ്റീവായിട്ട് പലതും ചെയ്യുന്ന ഒന്നാണ് മുത്തൂറ്റ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് സെക്ടർ അതിനകത്തുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സിവിൽ സൊസൈറ്റിയും കൂടെ ഉണ്ട്. ആ സിവിൽ സൊസൈറ്റിയാണ് യഥാർത്ഥത്തിൽ കിഫ്ബി എന്ന് പറയുന്നത്. കിഫ്ബിയുടെ ഓർഗനൈസേഷനിലെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ സ്റ്റേറ്റ്, ഇറ്റ് ഈസ് എ കോർപ്പറേറ്റ് ബോഡി, ഇറ്റ് ഈസ് നോൺ സ്റ്റേറ്റ്. അത് നോൺ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നോൺ സ്റ്റേറ്റ് ആയിട്ടുള്ള കിഫ്ബിയുടെ CEO, ചീഫ് മിനിസ്റ്റർ സ്റ്റേറ്റ് ആണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ചീഫ് മിനിസ്റ്ററുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് വരികയാണ്. എ നോൺ സ്റ്റേറ്റ് CEO, ഒരു നോൺ സ്റ്റേറ്റ് ഓർഗനൈസേഷൻ്റെ CEO. അത് നോൺ സ്റ്റേറ്റ് ആണ്, കോർപ്പറേറ്റ് ബോഡിയാണ്. ഐസക് പറഞ്ഞ സത്യമാണ്. ഐസക് സത്യം പറയും. ഐസക് പറയുന്ന ഈ അവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ടൊക്കെ വരുമ്പോൾ ഇതെല്ലാം മഹത്തരം എന്ന് പറഞ്ഞെടുത്തുകൊണ്ട് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കും, നമ്മളെ ഒറ്റം ചെയ്യുന്നതായിരിക്കും. അതെനിക്ക് പറയാൻ ഞാൻ ആളല്ല. ചെയ്യുന്നതെല്ലാം ഒരു ഒറ്റ പ്രവർത്തനത്തിൻ്റെ തരത്തിലാണ് നമുക്ക് അനുഭവപ്പെടുന്നതെങ്കിലും ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ഇതെല്ലാം നമുക്ക് ഗുണപ്പെടുമെന്ന് വിചാരിച്ച് വിശ്വസിച്ച് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ KM എബ്രഹാം എന്ന് പറയുന്ന റിട്ടയർഡ് ചീഫ് സെക്രട്ടറി 5 ലക്ഷം പെൻഷൻ വാങ്ങുന്നതും 2.5 ലക്ഷം രൂപ പ്രതിദിനം അയാൾക്ക് ഗവൺമെൻറ് നിന്ന് കൊടുക്കുകയാണ്. അതാണ് സ്റ്റേറ്റിൽ നിന്ന് കൊടുക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എക്സാമിൻ ചെയ്യേണ്ടതാണ്. അതെങ്ങനെയാണ് ഇത് ബൈൻഡിങ് ആവുന്നത്? സ്റ്റേറ്റിന് എങ്ങനെയാണ് ബൈൻഡിങ്? എങ്ങനെയാണ് ഈ പറയുന്ന ഈ നോൺ സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്ന കടം സ്റ്റേറ്റ് കൊടുക്കണമെന്ന് പറയുന്നത്? സ്റ്റേറ്റിൻ്റെ മേഖലയിലേക്ക് കടന്നെത്തി പ്രോജക്റ്റ് ചെയ്യാൻ ഈ നോൺ സ്റ്റേറ്റ് ഓർഗനൈസേഷൻ എങ്ങനെയാണ്
കഴിയുക, ഡയറക്റ്റായിട്ട് കഴിയുക. നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ടർ ഇപ്പോൾ ഊരാളുങ്കലാണ് ഒരു ഈ സൊസൈറ്റിയുടെ വേറൊരു മാതൃക എന്ന് പറയുന്നത്. അതായത് ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ ഈ കോടികളുടെ ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഊരാളുങ്കൽ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് അതിൻ്റെ വർത്തമാനകാല രൂപം എന്നറിയാം. അതായത് ഇപ്പോൾ ഒരു മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഒരു അന്തർദേശീയമായിട്ടുള്ളൊരു ഒരു പ്രവണത ഭയങ്കരമായിട്ട് വ്യാപകമായി തീരുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളുണ്ടാകും. ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റേറ്റുണ്ട്, മാർക്കറ്റുണ്ട്. ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് കിഫ്ബി, വാട്ട് ഈസ് കിഫ്ബി എന്നുള്ള, കിഫ്ബി എന്താണെന്നുള്ള ചോദ്യത്തിന് CAG ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ഇവിടെ ആരുമില്ലായിരുന്നു, ആർക്കും കഴിയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റാണോ? സ്റ്റേറ്റ് അല്ല, ഇത് നോൺ സ്റ്റേറ്റാണ്. അതായത് ലീഗലായിട്ട് ഇത് നോൺ സ്റ്റേറ്റാണ്, കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ബോഡി കോർപ്പറേറ്റ് ആണ്. പക്ഷേ എന്തിന് ഗവൺമെൻറ്റിൻ്റെ പണം, സ്റ്റേറ്റിൻ്റെ പണം ഇതുണ്ടാക്കുന്ന ബാധ്യതകൾ ഇല്ലാതാക്കാൻ വേണ്ടി കൊടുക്കുന്നു എന്നുള്ളൊരു ചോദ്യം അതിനകത്ത് വരുന്നുണ്ട്. എന്തിന് സ്റ്റേറ്റിൻ്റെ ഏരിയയിൽ കടന്നു കയറി ഇവരുടേതായിട്ടുള്ള പ്രോജക്ട്സ് എന്നുള്ള രീതിയിൽ പ്രോജക്ട്സ് അവർ പണം കൊണ്ടുവരുന്നു, അവിടെ നിർമ്മിക്കുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റിലേക്ക് എൻക്രോച്ച് ചെയ്യുകയാണ്. സ്റ്റേറ്റിലേക്ക് എൻക്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു നുഴഞ്ഞ കയറ്റക്കാരനാണെങ്കിൽ നമ്മൾ തടഞ്ഞു നിർത്താൻ പറ്റും. ഇവിടെ നമ്മൾ നുഴഞ്ഞ കയറ്റക്കാരന് നമ്മൾ വഴിവെട്ടി കൊടുക്കുകയാണ്. സ്റ്റേറ്റിനെ ഇല്ലാതാക്കുക. അതായത് നമ്മുടെ ഒരു രാഷ്ട്ര സമ്പദ്ഘടനയെ തുരങ്കം വയ്ക്കുന്ന തരത്തിൽ അതിൻ്റെ പുറത്ത് നോൺ സ്റ്റേറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റികളുടെ പ്രവർത്തനത്തിന് വഴിയൊരുക്കി കൊടുക്കുക, പാതയൊരുക്കി കൊടുക്കുക എന്ന് പറയുന്ന ആത്മഹത്യാപരമായൊരു പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നോൺ സ്റ്റേറ്റായിട്ടുള്ള ഈ സംഭവത്തിലൂടെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഏറ്റവും രസകരമായൊരവസ്ഥ എനിക്കൊന്ന് ലോകത്ത് എവിടെയും അങ്ങനെ കാണില്ല. ഒന്നിലും പറയില്ലേ, നിങ്ങൾ ഏതെങ്കിലും പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടതാണോ, ഒന്നിൽ നിങ്ങൾ സ്റ്റേറ്റാണെന്ന് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ നോൺ സ്റ്റേറ്റാണെന്ന് പറയണം. ചോദിച്ചാൽ ഇപ്പോൾ കുടുംബശ്രീ ചോദിച്ചാൽ സ്റ്റേറ്റാണോ നോൺ സ്റ്റേറ്റാണോ പറയാൻ പറ്റില്ല. കാര്യം ചെയ്താൽ ഇറ്റ് ഈസ് ഫൈനാൻസ്ഡ് ബൈ സ്റ്റേറ്റ്, ഹെവിലി ഫൈനാൻസ്ഡ് ബൈ സ്റ്റേറ്റ്. ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാധ്യതകൾ മുഴുവൻ തീർക്കുന്നത് സ്റ്റേറ്റാണ്. അതിന് ശമ്പളം കൊടുക്കുന്ന ഒരാൾക്ക് തന്നെ 2.5 ലക്ഷം രൂപ മാസം ശമ്പളം കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് ഒരു പത്രത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ അച്ചടിച്ചു വന്നത്. അത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. ഈ ഒരു വറുതിക്കിടയിൽ ഇങ്ങനെ ഒരു മഹാത്ഭുതം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഇതിൻ്റെ CEOയ്ക്ക് 2.5 ലക്ഷം രൂപ മാസ ശമ്പളം കൊടുക്കുന്നു. അത് ട്രഷറിയിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത്. അല്ലാതെ തന്നെ ഇവിടുന്ന് അവരായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം എന്നാണ്? ഇല്ലല്ലോ, ട്രഷറിയിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും കൂടെ മുടിക്കാനായിട്ട് എത്ര കോടികൾ കൊടുക്കുന്നുണ്ട്? ഈ പറയുന്ന കിഫ്ബി എന്ന് പറയുന്ന ബോർഡിനെ മുടിക്കാനായിട്ട് എത്ര കോടികൾ ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളത് പിന്നീടൊരു കാര്യമാണ്. അവരുടെ സഞ്ചാരങ്ങൾ, അവരുടെ ഉടമ്പടികൾ ഉണ്ടാക്കൽ, ആ തരത്തിൽ ഇത് തേടിപ്പോകൽ, ബോണ്ട് തേടിപ്പോകൽ, ഇതിനൊക്കെ ഉള്ള ചിലവുകളുണ്ടല്ലോ. ആ ചിലവുകളുടെ കണക്കൂടെ വരട്ടെ. ചിലവുകളുടെ കണക്കൂടെ വരുമ്പോഴത്തേക്ക് ഗവൺമെൻറ്റിന് എത്രയും പറഞ്ഞില്ല 3100 കോടി രൂപ ഈ കൈപ്പറ്റിയിട്ടുണ്ട്, 550 കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. ഗവൺമെൻറ് വേറെ പറഞ്ഞില്ലേ ഏതാണ്ട് 4000 കോടി രൂപ ഇവർ അങ്ങോട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ നോൺ സ്റ്റേറ്റ് ഓർഗനൈസേഷൻ. അതൊരു സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനാണ്, നോൺ സ്റ്റേറ്റ് ഓർഗനൈസേഷനാണ്. ഇതെന്ത് അത്ഭുതം എന്നുള്ളതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു KM എബ്രഹാം എന്ന് പറയുന്ന ഒരാൾ, അയാൾക്ക് പലയിടത്തും നിക്ഷേപങ്ങളുണ്ട്. ഇപ്പോൾ കിർലോസ്കറിൽ അയാൾക്ക് നിക്ഷേപം ഉണ്ടാകാം, അതിൻ്റെ പേരിൽ അയാൾക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാകാം. അയാൾക്ക് മുത്തൂറ്റിൽ നിക്ഷേപം ഉണ്ടാകാം. നിക്ഷേപം ഉണ്ടായാലില്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന നിലയിൽ അതിന് യഥാർത്ഥത്തിൽ അതിൻ്റെ ഈ ഗൈഡ് ആൻഡ് ഗാർഡിയൻ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. അതിൽ ഏറ്റവും വലിയ രസമെന്ന് പറയുന്നത് മുത്തൂറ്റിൽ CITUകാർ സമരം ഉണ്ടാക്കുമ്പോഴത്തേക്ക് മുത്തൂറ്റിലെ ഡയറക്ടറെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആകുന്നു. അയാൾ അത് ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് ഒരു ഗവൺമെൻറ് ഓഫീസാണോ, സ്റ്റേറ്റിൻ്റെ ഓഫീസാണോ? അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഓഫീസിൽ എങ്ങനെയാണ് മുത്തൂറ്റിൻ്റെ ഡയറക്ടർ കടന്നു വരുന്നതെന്ന് പറയുന്നത് വേറൊരു വൈരുദ്ധ്യമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കമ്പനീസ് ആക്ട് പ്രകാരം, അതായത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്താണെന്ന് നിർവചിക്കുന്ന മുത്തൂറ്റിൻ്റെ കമ്പനീസ് ആക്ട് പ്രകാരം ഇയാൾ അതിൻ്റെ എല്ലാ കള്ളങ്ങളും രഹസ്യങ്ങളും ഒളിപ്പിച്ചു വയ്ക്കാൻ ബാധ്യസ്ഥനാണ് ഈ CEO എന്ന് പറയുന്ന KM എബ്രഹാം. അങ്ങനെ ഒരു കമ്പനിയുടേതായിട്ടുള്ള, അതായത് അവിടെ വിജിലൻസ് കൂടെ എൻക്വയറി നടത്തുന്നതാണ്, 2 തവണ അവർ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്, അങ്ങനെയുള്ളൊരു കമ്പനിയാണ്. അവിടെ ഈ പറഞ്ഞില്ലേ മണി ലോണ്ടറിങ്ങിൻ്റേതായ ഒരു പരിസരം അവിടെ വളരെ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ
അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഒരാൾ, അയാളെ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു നോൺ ഗവൺമെൻറ്റൽ സൊസൈറ്റി എന്ന് പറയാവുന്ന കിഫ്ബിയുടെ തലവനായി കൊണ്ടുവരുന്നു, CEO ആയിട്ട് കൊണ്ടുവരുന്നു. അത് രണ്ടാമത്തെ കാര്യം. അത് തന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതായത് മുത്തൂറ്റിൻ്റെ ഒരു ഡയറക്ടറായിരിക്കുന്ന ആളെ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ പ്രമുഖനായിട്ടുള്ള ആളായിട്ട് ഗവൺമെൻറ് തന്നെ നോമിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ അത് ആരാണ് അവിടെ? ഹിയർ യു ഹാവ് മുത്തൂറ്റ് ദയർ. KM അബ്രഹാം അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മുത്തൂറ്റും കിർലോസ്കറും എല്ലാം അവിടെ ഉണ്ട്. മുത്തൂറ്റ് പ്രധാനമായിട്ടും അവിടെ ഉണ്ട്. കിഫ്ബിയിൽ മുത്തൂറ്റുണ്ട്. അപ്പോൾ കിഫ്ബിയിൽ മുത്തൂറ്റിനൊരു സേ ഉണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ മുത്തൂറ്റിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള, കള്ളപ്പണ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആരൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു ബോണ്ടേജ് ഗവൺമെൻറ്റിലെ ചില കക്ഷികളും മുത്തൂറ്റുമായിട്ടും ഉണ്ട്. അതിൻ്റെ ഒരു പ്രത്യുപകാരം എന്ന നിലയിൽ മുത്തൂറ്റിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കുന്നു എന്ന് അതൊക്കെ മിസ്റ്റിഫൈഡ് ആണ്. അതിൻ്റെ വിവരങ്ങളൊന്നും കൃത്യമായിട്ട് എവിടെയും കൊടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പടമുണ്ട്. ആ പടത്തിൽ അദ്ദേഹം തന്നെയാണ് ഇരിക്കുന്നത് എന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. ഒരു പ്രൊഫൈൽ നമ്മൾ കാണുന്നു നെറ്റിൽ, അതിനപ്പുറമുള്ള വിവരമൊന്നും കിട്ടുന്നില്ല. അങ്ങനെ പിടിച്ചതിൻ്റെ പറഞ്ഞില്ലേ, ഈ ഗവൺമെൻറ് ബാധ്യതകൾ തീർക്കേണ്ടതെന്ന് ഗവൺമെൻറ്റിൻ്റെ ഏരിയയിലോട്ട് കയറി പ്രവർത്തനങ്ങൾ നടത്തുകയും ആ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കണമെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്, അവരുടെ പദ്ധതിയൊക്കെ. അത്രയും അതൊക്കെ വലിയ തമാശകളാണ്, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. കാരണം മറ്റേ മോഡൽ തന്നെയാണ്. ഈ പഞ്ചായത്ത് രാജ് വന്നിട്ട് മറ്റൊരു ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കുക, ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കുക, ഇങ്ങനെ TSഉം AS എന്നും പറഞ്ഞ് രണ്ട് സമ്പ്രദായങ്ങൾ കൊണ്ടുപോലെ ഉണ്ട്. ഇപ്പോൾ എന്തോ പറയുന്ന ഒരു പ്രോജക്റ്റൊക്കെ സമർപ്പിക്കും, അപ്പോൾ അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഗവൺമെൻറ് കൊടുക്കണം എന്ന് പറയുമ്പോൾ പിന്നെ അതെങ്ങനെ, ഹൗ ക്യാൻ ഇറ്റ് ബി നോൺ സ്റ്റേറ്റ്? ഇത് നോൺ സ്റ്റേറ്റാണോ സ്റ്റേറ്റാണോ സംഘടനയാണോ എന്താണെന്ന് അറിഞ്ഞില്ല. പക്ഷേ ഫണ്ടമെൻ്റലി ഇറ്റ്സ് എ നോൺ സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് എ ലയബിലിറ്റി ടു ദി സ്റ്റേറ്റ്. അത് നമ്മുടെ സമ്പദ്ഘടനയെ താറുമാറാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു നോൺ സ്റ്റേറ്റ് ഓർഗനൈസേഷൻ എന്ന രീതിയിൽ ബോധപൂർവം കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിനാണ് ഇത് വരുമ്പോഴത്തേക്ക് ഈ അക്കാഡമിയ, പ്രൈവറ്റ് സെക്ടർ ആൻഡ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാനത്ത് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നു എന്നാണ്. സിവിൽ സൊസൈറ്റിയെ കാണുന്നു, കിഫ്ബിയെ കാണുന്നു. അതായത് നമ്മുടെ ധനകാര്യ വകുപ്പിൻ്റെ സ്ഥാനത്ത് നമ്മൾ കിഫ്ബിയെ കാണുന്നു. അതുകൊണ്ട് നമ്മൾക്ക് ഒരു ധനകാര്യ വകുപ്പ് എന്നുള്ളത് ഇറലവൻ്റായി മാറുന്നു. കിഫ്ബി ഡോമിനേറ്റ് ചെയ്യുന്നിടത്തോളം കാലം നമ്മുടെ ധനകാര്യ വകുപ്പ് ഇറലവൻ്റായി തീരുന്നു. നമ്മുടെ സാമ്പത്തിക വകുപ്പിനെ തുരങ്കം വയ്ക്കുന്ന, സ്റ്റേറ്റിനെ തുരങ്കം വയ്ക്കുന്ന കിഫ്ബി എന്ന് പറയുന്ന ഒരു നോൺ സ്റ്റേറ്റ് ഓർഗൻ, ആ നോൺ സ്റ്റേറ്റ് ഓർഗൻ നമ്മുടെ ഈ പറയുന്ന ധനകാര്യ വകുപ്പിനെ ഇറലവൻ്റാക്കി മാറ്റുകയാണ്. ധനകാര്യ വകുപ്പിനെയും ബഡ്ജറ്റിനെയും ഇറലവൻ്റാക്കി മാറ്റുകയാണ്. എന്തിന് രണ്ട് ബഡ്ജറ്റ്? അബ്രഹാം അവതരിപ്പിച്ചാൽ മതില്ല. അതുമല്ല, ഈ അബ്രഹാമിനെ ഇതിൻ്റെ CEO ആക്കുന്നിടത്ത് തന്നെ അപകടമുണ്ട്. ബിക്കോസ് ഹീസ് ദ ഡയറക്ടർ ഓഫ് മുത്തൂറ്റിൻ്റെ ഒരു ഡയറക്ടറെ നമ്മുടെ ഈ പറഞ്ഞില്ലേ, ഇത് ഗവൺമെൻറ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്തായാലും മുത്തൂറ്റിൻ്റെ ഡയറക്ടറെ പിടിച്ച് നമ്മുടെ ഒരു ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ്റെ CEO ഒന്നും ആക്കാൻ പറ്റില്ല. അപ്പോൾ അത് അല്ലാത്തവരായിരിക്കും CEO ആക്കിയത്. CEO ആക്കിയതിന് ശേഷം ഈ മുത്തൂറ്റിനോട് ലയബിലിറ്റിയുള്ള ഈ പറയുന്ന ഈ സൊസൈറ്റിയോട് ബാധ്യതയുള്ള, കമ്പനീസ് ആക്ട് പ്രകാരം ഇതിനോട് കിഫ്ബിയോട് ബാധ്യതയുള്ള, അതും വേറൊരു സ്റ്റാറ്റസിൽ നിൽക്കുകയാണ്. മുത്തൂറ്റൊരു സ്റ്റാറ്റസ് നിൽക്കുകയാണ്. അതാണ് പറഞ്ഞത് പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞത്. അത് വേൾഡ് ബാങ്ക് പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുമ്പോൾ അവിടെ മുത്തൂറ്റായി. പിന്നെ രണ്ടാമത് വരുന്നത് ഏതാണ്? അക്കാഡമിയുടെ കാര്യം പോട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് സിവിൽ സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് കിഫ്ബിയായി. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിൻ്റെയും കിഫ്ബിയുടെയും കിഫ്ബിയെ ഒരേപോലെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളെ ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആകുന്നു. അതിൻ്റെ അർത്ഥം ചീഫ് മിനിസ്റ്റർ കൂടി അവരുടെ കൂടെ അങ്ങ് ചേരുകയാണ്. ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ഗാർഡിയൻ ഓഫ് അവർ എക്കോണമി, നമ്മുടെ എക്കോണമിയുടെ ഗാർഡിയനാണ്. ആ പറഞ്ഞതിൽ ഒരു വാൻഗാർഡ് പ്രിൻസിപ്പിളുണ്ട് സോഷ്യലിസത്തിൻ്റെ. അപ്പോൾ ആ തരത്തിൽ അതിൽ മലയാളത്തിൽ അന്ന് നമ്മൾ പറയുന്നത് ഗാട്ടുകാരനെന്നാണ്. ഗാട്ടുകാരൻ എന്നൊരു പ്രയോഗമുണ്ട്. പാട്ടുകാരൻ നാളെയുടെ ഗാട്ടുകാരനല്ലോ
എന്ന് പറയുന്നൊരു പ്രയോഗം പണ്ട് നാടൻ പാട്ടിൽ, നമ്മുടെ സിനിമാ പാട്ടിൽ, നാടക പാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എക്കോണമിയുടെ കാട്ടുകാരനാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്നത് സിവിൽ സൊസൈറ്റിയുടെയും പ്രൈവറ്റ് സെക്ടറിൻ്റെയും ആളാണ്. ആ കാഴ്ചപ്പാടിൽ ഇവിടെ ഒഴിവാക്കപ്പെടുന്ന ഗവൺമെൻറ് എന്ന് പറയുന്നൊരു സങ്കല്പം ഞാൻ ഈ പറഞ്ഞില്ല. അവസാനം ഈ 4ാമത്തെ തൂണിനെ പറ്റി പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ വരികയാണ്. ഡിസ്പ്ലേസിങ് ഗവൺമെൻറ് എന്ന് പറയുന്ന വളരെ കൃത്യമായൊരു അജണ്ടയാണ് നോളജ് എക്കോണമിയുടെ. അത് തന്നെയാണ് ആദ്യം ഞാൻ പറഞ്ഞില്ല 1995 പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഉണ്ടാക്കിയപ്പോൾ അതിന് താഴെ എഴുതി വെച്ചത് ഹൗ ടു ഡിസ്പ്ലേസ് ദി ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്. അതായത് എലക്റ്റഡ് പഞ്ചായത്ത് ഗവേണിംഗ് ബോഡി എന്നുള്ളതിനെ ഇറലവൻ്റാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താ ഇദ്ദേഹം ചേർന്ന് ഇപ്പോൾ ഇദ്ദേഹം ഏത് മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയാണ്? ഇദ്ദേഹം സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ്റെ മുഖ്യമന്ത്രിയാണോ, അതോ ഈ പറയുന്ന ഈ 10-20 സാധു മനുഷ്യർ അവരെ പിടിച്ചിങ്ങനെ നിർത്തിയിട്ടുണ്ട്. അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അവർ പറയാനായിട്ട് യെസ്മെൻ എന്നുള്ള രീതിയിൽ ഇതുണ്ട്. അവരെല്ലാം ചേരുന്ന ക്യാബിനറ്റിൻ്റെ മുഖ്യമന്ത്രിയാണോ, നിയമസഭയുടെ മുഖ്യമന്ത്രിയാണോ? ആൻഡ് വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ഫോർ ഗവൺമെൻറ്? ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു മിശ്രിതമാണ്. ഗവൺമെൻറ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറാണ്, ഗവൺമെൻറ്റാണ്. പക്ഷേ പ്രൈവറ്റ് സെക്ടറും ഗവൺമെൻറ്റും കൂടെ ഒരു മിശ്രിതമാകുന്ന ആദ്യം ഇവിടെയാണ്. അതായത് പ്രൈവറ്റ് സെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മുത്തൂറ്റിൻ്റെ ഡയറക്ടർ നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ പേഴ്സണൽ സെക്രട്ടറി അല്ല പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് മാറുമ്പോൾ അവിടെ അതിന് അർത്ഥം വെച്ചാൽ സ്റ്റേറ്റും പ്രൈവറ്റ് സെക്ടറും തമ്മിലുള്ള ഒരു പറഞ്ഞില്ലേ, കഴുതയും ഈ കുതിരയും തമ്മിലുള്ള ഒരു കോവർ കഴുതയായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതെന്താണ് ഇവിടുത്തെ സംവിധാനം? ഇതെന്താ കാണിച്ചു വയ്ക്കുന്നത്? എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കിറ്റ് കൊടുക്കുന്നു, നിങ്ങളെല്ലാവർക്കും കുട്ടികൾക്കെല്ലാം ടാബ് കൊടുക്കുന്നു, കുട്ടികളെയൊക്കെ വീടുകളിൽ തന്നെ അടച്ചിടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ സമയം ഒരുപാടായിപ്പോയി. നോളജ് എക്കോണമി തീരാനും പറ്റിയില്ല. ഞാൻ ഇനി ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടി നോളജ് എക്കോണമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് അടുത്ത ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യുകയാണ്.